മലയാളികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട കോംബോ കഥാപാത്രങ്ങൾ സിനിമയിലുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ ദാസനും വിജയനും എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത കഥാപാത്രങ്ങളാണ്. അതുപോലെ തന്നെ കണ്ണാസും കടലാസും, അതുപോലെ ഈ കറുത്തമ്മയും പരീക്കുട്ടിയും, അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങൾ നമുക്ക് മലയാള സിനിമയിൽ കോംബോ കഥാപാത്രങ്ങളായിട്ടുണ്ട്. പക്ഷേ ഇതിൽ നിന്നൊക്കെ വേറിട്ട ഒരു ക്യാരക്ടറുണ്ട്, 2 പേര്. ആ കോംബോ എന്ന് പറയുമ്പോൾ മലയാളത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു വാക്കും കൂടാണ് ചേട്ടച്ചൻ. അപ്പോൾ ചേട്ടച്ചനും മീനാക്ഷിയും, പവിത്രം എന്ന് പറയുന്ന ആ സിനിമ ഇറങ്ങിയിട്ട് 30 വർഷമായി. ശരിക്കും പറഞ്ഞാൽ ഫെബ്രുവരി മാസത്തിലാണ് ആ സിനിമ അന്ന് റിലീസായത്. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ 30ാമത്തെ വാർഷികമാണ്. അപ്പോൾ അതിൽ ചേട്ടച്ചനും മീനാക്ഷിയും മലയാളി ഒരിക്കലും മറക്കത്തില്ല. കാരണം ചേട്ടച്ചൻ എന്ന് പറഞ്ഞ ഒരു ഇമോഷണൽ ക്യാരക്ടറിനെ നമുക്ക് മലയാളിക്ക് മുമ്പിലേക്ക് ഇട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ആ ചേട്ടച്ചൻ്റെ കൂടെ മീനാക്ഷി എന്ന് പറഞ്ഞ നമ്മളെ ഒരുപാട് കൊതിപ്പിച്ച, അല്ലെങ്കിൽ ഇങ്ങനൊരു ചേട്ടനെ കിട്ടുമോ എന്ന് ഒരുപാട് സഹോദരിമാർ ആഗ്രഹിച്ച ഒരു കാലമായിരുന്നത്. ഇപ്പോൾ പോലും അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ആ മീനാക്ഷിയെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. മീനാക്ഷി ഇപ്പം അവിടെ ഇരുന്ന് മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുക. ഹായ് മീനാക്ഷി, അല്ല ബിന്ദുജ മാം. ഹലോ ഹലോ ഹലോ, നമസ്കാരം. അപ്പോഴേ സിംഗപ്പൂരാണ് താമസിക്കുന്നതെന്ന് എനിക്കറിയാം. അച്ഛൻ്റെ വിയോഗത്തിൽ നാട്ടിൽ വന്നതാണ്. ആ സങ്കടകരമായ കാര്യമാണെങ്കിൽ പോലും ഒരു ആരാധകൻ അല്ലെങ്കിൽ ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് കുറച്ച് കാര്യങ്ങൾ എനിക്ക് അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ സമയത്ത് ബുദ്ധിമുട്ടിച്ചത്. എന്നോട് ക്ഷമിക്കണം. ഇല്ല, ഞാൻ ആക്ച്വലി സത്യം പറഞ്ഞ നേരത്തെ പറഞ്ഞ മാതിരി നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗം, ജീവിതമായിട്ട് തന്നെ എന്നെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തിയ ഒരു വ്യക്തി എന്ന നിലയിലും, എൻ്റെ ജീവിതത്തിന്റെ ഏറ്റവും കൂടുതൽ ആസ്വദിച്ച ഒരു വ്യക്തി എന്ന നിലയിലും അച്ഛൻ്റെ വിയോഗം എല്ലാവരെയും പോലെ, എല്ലാ മനുഷ്യരെയും പോലെ അങ്ങനെ നമുക്ക് പെട്ടെന്നൊരു ദിവസം മറക്കാൻ പറ്റുന്ന ഒരു കാര്യമില്ല. പക്ഷെ എനിക്ക് ഈ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണം എന്ന് തോന്നാനുള്ള ഒരു റീസൺ സന്ദീപ് തന്നെയാണ്. കാരണം എനിക്ക് തോന്നുന്നു പവിത്രത്തിന്റെ 25ാമത്തെ കൊല്ലം മുതൽ ഇപ്പൊ ഇത് 30th ഇയർ വരയ്ക്കും സന്ദീപ് കോൺസ്റ്റന്റ്ലി എന്നെ അപ്പൊ അത് തീർച്ചയായിട്ടും ഞാൻ ഒരു കലാകാരി എന്ന നിലയിൽ നമ്മള് ജനങ്ങളിലേക്ക് നിങ്ങളും കൂടിയാണ് ഞങ്ങളെ എത്തിക്കുന്നത്. അപ്പൊ അത് തീർച്ചയായിട്ടും ഒരു ബഹുമാനം അർഹിക്കുന്ന ഒരു കാര്യം ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ പോലും ഐ വാണ്ടഡ് ടു ബി എ പാർട്ട് ഓഫ്. താങ്ക് യു സോ മച്ച്. അപ്പൊ എനിക്ക് അറിയേണ്ടത് ഇത്രയേ ഉള്ളൂ മാം. 30 വർഷമായി പവിത്രം ഇറങ്ങിയിട്ട്, 30 വർഷമായി. ആ ഒരു 30 വർഷം ബിന്ദുജ മേനോന്റെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായത്? എന്താണ് ഉണ്ടായത്? അത് ഈ ഒരു 10-20 മണിക്കൂറിനുള്ളിൽ തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഐ തിങ്ക് പവിത്രം എന്ന സിനിമ ആ പേരിന് അർഹമായിട്ടുള്ള രീതിയിൽ തന്നെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പവിത്രമായിട്ടുള്ള നിമിഷങ്ങളും ഒരുപാട് നല്ല മനുഷ്യരെയും കൊണ്ടെത്തിച്ച അത് പവിത്രത്തോടു കൂടി തന്നെ ഞാൻ പറയാം. കാരണം എനിക്ക് ഐ വാസ് ടു യങ്. ഒരു 15 വയസ്സെന്ന് പറയുമ്പോൾ നമുക്ക് സിനിമ എന്ന മാധ്യമത്തെക്കുറിച്ചോ കൂടെ അഭിനയിക്കുന്ന ആൾക്കാരുടെ വലിപ്പത്തിനെ കുറിച്ചോ ഒന്നിനെ കുറിച്ചും നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ നമുക്ക് തോന്നുന്നു നമുക്ക് എല്ലാം അറിയാം എന്ന് തോന്നുന്ന ഒരു പ്രായം, ഒരു കുഞ്ഞു പ്രായമല്ല. അപ്പൊ സിനിമ ആക്ച്വലി എനിക്ക് എല്ലാ നല്ല മുഹൂർത്തങ്ങളും തന്നിട്ടുണ്ട്. അത് പവിത്രം എന്നല്ല, ത്രൂ ഔട്ട് മൈ കരിയർ. അതെനിക്ക് തോന്നുന്നു ഞാനൊരു കലാകാരി എന്ന നിലയിൽ ആക്ട്രസിനേക്കാൾ ഉപരി ഒരു ഡാൻസർ, ഒരു മ്യൂസീഷ്യൻ, അങ്ങനെ എല്ലാം കൂടെ ചേരുമ്പോഴാണ് എനിക്കൊരു പൂർണ്ണത. ഇപ്പൊ ബിന്ദുജ മേനോൻ എന്ന പേരില് ഞാൻ അടക്കാൻ ഉദ്ദേശിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാം കൂടെ ചേരുമ്പോഴാണ് ഞാനൊരു കലാകാരി, തികഞ്ഞ കലാകാരി എന്നൊന്നും പറയാറൊന്നും ആയിട്ടില്ല. ഇനിയും അത് എന്താ പറയുക, അങ്ങനെ എന്താ പറയുക, കാലം നമുക്ക് പോകുമ്പോഴാണ് നമുക്ക് അങ്ങനെ ഒരു പൂർണ്ണതയിലേക്ക് വരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആസ് ആൻ ആർട്ടിസ്റ്റ് ഓർ ആസ് ആൻ ഹ്യൂമൻ ബീങ് എനിക്ക് തോന്നുന്നില്ല നമുക്ക് എല്ലാവർക്കും പൂർണ്ണതയിലേക്ക് വരാൻ പറ്റും. ഞാൻ ആസ് എ ടീച്ചർ എൻ്റെ കുട്ടികളോട് എപ്പോഴും പറയും, പെർഫെക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ എത്തുമ്പം അതിൻ്റെ മേലേക്ക് പോകും, അവിടെ എത്തുമ്പോൾ അതിൻ്റെ മേലേക്ക് പോകും. സോ അതൊരു മിത്താണ്. അത് പക്ഷേ നമ്മളിങ്ങനെ ഒരു ദൈവത്തിനെ കാണുന്ന പോലെ നമ്മളിങ്ങനെ നടന്ന് അത് എപ്പോഴെങ്കിലും കാണും എന്നുള്ള പോലെ. സോ എന്നെ ഒരു കലാകാരി എന്ന രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിച്ചതിന് പവിത്രം എന്ന സിനിമയ്ക്ക് ഒരുപാട് റോളുണ്ട്. പവിത്രം വരുന്നത് എല്ലാവരും ധരിച്ചിരിക്കുന്നത് ഞാൻ 91 കലാതിലകം ആയതുകൊണ്ട് അങ്ങനെയാണ് സിനിമ ഡാൻസർ എന്ന നിലയിൽ യൂത്ത് ഫെസ്റ്റിവലിലെ വിന്നർ ആയതുകൊണ്ട് നേരെ അങ്ങനെയൊന്നും അല്ല ആക്ച്വലി. പക്ഷെ ഞാൻ അതിനൊന്നും എതിർക്കും പറയാറില്ല. അപ്പൊ ഈ എനിക്കറിയാം 30 വർഷത്തിന് മുമ്പ് ഈ പവിത്ര അഭിനയിക്കുന്നതിന് മുമ്പും ആയിട്ടുണ്ടെന്ന് അറിയാം. ഈ എവിടെങ്കിലുമൊക്കെ ഒരു യൂത്ത് ഫെസ്റ്റിവൽ ഉണ്ടായാലും ആദ്യം വിളിക്കുന്നത് ബിന്ദുജ മേനോനെയാണ്. അത് ഒന്ന് സിനിമയിൽ എന്ന് പറയുന്ന ബാലതാരമായിട്ടാണ് 2-3 സിനിമകൾ കഴിഞ്ഞു. ഞാൻ ഗന്ധർവൻ ബാലതാരം എന്ന് പറയാൻ പറ്റുമെന്നില്ല, 10th-ലായിരുന്നു. അപ്പൊ 3 സിനിമകൾക്ക് ശേഷമാണ് പവിത്രം വരുന്നത്. ഈ യൂത്ത് ഫെസ്റ്റിവൽ എന്ന് പറയുമ്പോൾ എൻ്റെ അമ്മയെ ആദ്യം നമുക്ക് പറഞ്ഞേ പറ്റൂ, കലാമണ്ഡലം വിമല മേനോൻ. അപ്പൊ അമ്മയുടെ ശിഷ്യ സമ്പത്ത് ഇങ്ങനെ അവര് എന്താ പറയാ വിലസിച്ച് നടന്ന കാലത്തിനാണ് ഞാനും അതിനുശേഷമാണ് വരുന്നത്. അപ്പൊ
ആ ഒരു വിമലാമേനന്റെ മകൾ എന്ന നിലയിലും വള്ളത്തോൾ കുടുംബത്തിലെ അച്ഛൻ വള്ളത്തോൾ കുടുംബത്തിലാണ്. അപ്പൊ ആ രണ്ടിന്റെയും ഒരു കോമ്പിനേഷൻ ഞാൻ അറിയാതെ ഒരു വലിയ കിരീടമായിട്ട് എന്റെ തലയിൽ അതിപ്പോഴും ഞാനതൊരു കിരീടമായിട്ടൊന്നുമല്ല, അതൊരു സ്വത്തായിട്ടാണ് ഞാൻ കരുതുന്നത്. അതൊരു വലിയ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. ഇവരുടെ രണ്ടുപേരുടെയും പേര് നമ്മളും കൂടി മോശമാക്കാതെ, നന്നാക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, മോശമാക്കരുത് എന്നുള്ള ധാരണ എപ്പോഴും മനസ്സിലുണ്ട്. യൂത്ത് ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് എന്റെ ഒരു കാലത്തിന് ഒരു ശേഷം പിന്നെ പ്രതിഭ തിലക പട്ടങ്ങളില്ല. അപ്പൊ എന്ത് പറ്റും എന്ന് പറഞ്ഞാൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും എ ഗ്രേഡ് എന്ന് വരുമ്പം ആരും ഒരു ഫെമിലിയർ ഫേസ് ആയിട്ട് വരും. ശരിക്കും എനിക്കത് വിഷമമായിട്ടാണ് ഞാൻ പറയുന്നത്. അതൊരു അച്ചീവ്മെന്റ് അല്ല. ഇപ്പോഴും ആഫ്റ്റർ ഓൾ ദീസ് ഇയേഴ്സ് നമ്മളെ വീണ്ടും വീണ്ടും വിളിക്കുന്ന ഒരു സിനിമാ നടി എന്നുള്ള ലേബലിലേ അല്ല. ബേസിക്കലി ഡാൻസർ ആയതുകൊണ്ടും ഒരു മ്യൂസീഷ്യൻ ആയതുകൊണ്ടും കലയിൽ ഇപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ മാത്രമാണ് മാധ്യമ പ്രവർത്തനങ്ങളടക്കം എല്ലാവരും യു എന്ന് പറയുമ്പോഴത്തേക്ക് യൂത്ത് ഫെസ്റ്റിവലിനെ നമ്മളെ വിളിക്കുന്നത്. അത് എനിക്ക് പലപ്പോഴും വിഷമമായിട്ട് തോന്നിയിട്ടുള്ള വേറൊന്നും കൊണ്ടല്ല, അതിനുശേഷം എത്രയോ പ്രഗത്ഭരായിട്ടുള്ള കലാപ്രതിഭ തിലക പട്ടങ്ങളുള്ള കുട്ടികൾ വന്നിട്ടുണ്ട്. പക്ഷെ അവരെ ആരും വേണ്ട വിധത്തിൽ റെക്കഗ്നൈസ് ചെയ്യപ്പെട്ടിട്ടില്ല. യൂത്ത് ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് സ്കൂളോ കോളേജോ ആയിക്കോട്ടെ, അത് നമ്മുടെ കുഞ്ഞു മക്കളുടെ മനസ്സിലുള്ള അവരുടെ കലാപരമായിട്ടുള്ള കഴിവുകൾ പോഷിപ്പിക്കുക എന്നതിലുപരി അതിനോടൊപ്പം തന്നെ നമ്മുടെ കലകൾക്കുണ്ടാവുന്ന ഇമ്പോർട്ടൻസ്, ഇതൊരു മഹാമേള എന്നൊക്കതിനേക്കാൾ ഉപരി നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് കലകൾക്ക് നമ്മൾ കൊടുക്കുന്ന പ്രാതിനിധ്യം. അതുപോലെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പേ ആവുന്നുള്ളൂ. യൂത്ത് ഫെസ്റ്റിവൽ എന്നൊക്കെ പറയുന്നത് ഒരു എന്താ പറയാ, നമ്മള് തോൽവിയും ജയവും ഒരേ മനസ്സോടെ ഏൽക്കേണ്ട ഒരു സംഭവമാണ്. അതൊക്കെ മാറി വേറൊരു തലത്തിലേക്കാണ് യൂത്ത് ഫെസ്റ്റിവൽ. ഇപ്പൊ റീസെന്റ് നമ്മുടെ സർവകലാശാല യൂത്ത് ഫെസ്റ്റിവൽ നിർത്തലാക്കി. ഒരു കലാകാരിയായിട്ട് ഞാൻ ഇതെല്ലാം അങ്ങനെ വന്ന ഒരു വ്യക്തി ആയതുകൊണ്ടാണ് എനിക്ക് ഇത്ര വിഷമം വരുന്നത്. എന്ന് വെച്ചാൽ അതിനുവേണ്ടി എടുക്കുന്ന പ്രയത്നം എത്രയോ മാസത്തെ എഫേർട്ടാണ്. ഇപ്പൊ ഒരു ഗ്രൂപ്പ് ഡാൻസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കാണുമ്പോൾ വാവെന്ന് തോന്നുന്നത് അവരുടെ എഫേർട്ട് അത്രയും ഉണ്ട്. അത് ടീച്ചേഴ്സിന്റെ ആയിക്കോട്ടെ, ഓർക്കസ്ട്ര സെക്ഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ കളിക്കുന്ന കുട്ടികളുടെ, ഇതിന്റെ ഇടയിൽ അവരുടെ പഠിത്തമുണ്ട്. അപ്പൊ ഇതിന്റെ എല്ലാത്തിൻ്റെയും ഒരു സമന്വയമായിട്ട് ഒരു കുട്ടികളുടെ ഹാർഡ് വർക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മൾ പുനഃപരിശോധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഐ തിങ്ക് ഇറ്റ് ഹാസ് ടു ബി സംതിങ്. നമ്മൾ അത് ഒരുപാട് എന്താ പറയുക, അതർ ഇന്റർഫിയറൻസസ് വല്ലാണ്ട് വരുന്നു. അതിപ്പോഴല്ല, പണ്ടും ഉണ്ടായിരുന്നു. പണ്ട് പക്ഷെ കുറച്ചും കൂടി നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ ഫോക്കസ് ഉണ്ട്. എന്തിനാണ് നമ്മൾ ഇങ്ങനത്തെ, നമുക്കറിയാം കേരളം ഒഴികെ ബാക്കി ഏത് സംസ്ഥാനം എടുത്താലും ഇതൊന്നും ഇല്ല. അപ്പൊ നമുക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി, അതും പ്രത്യേകിച്ച് വളർന്നു വരുന്ന തലമുറയ്ക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അത് മനസ്സിലാക്കേണ്ടത് തലപ്പത്തിരിക്കുന്നവരും അതിന് മേലെയുള്ള ഗുരുനാഥന്മാര്, അത് എല്ലാ രീതിയിലും. ഐ എം നോട്ട് പോയിന്റിങ് എനി ഒരു പെർട്ടിക്കുലർ വ്യക്തിയല്ല ഞാൻ പറയുന്നത്. അവരത് മനസ്സിലാക്കട്ടെ, അവരത് ഈ പറഞ്ഞ മാം പറഞ്ഞ പോലത്തെ എഫേർട്ടുകൾ, ആ എഫേർട്ടുകൾക്ക് റിസൾട്ട് ഉണ്ടാവണം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ, നമ്മൾ കലാതിലകമായത് കൊണ്ടാണ് ഇന്ന് ഓർക്കണം. അപ്പൊ തീർച്ചയായിട്ടും ഇനി വരുന്നവർക്കും അങ്ങനെയുള്ള പ്രതിഭാ തിലക പട്ടങ്ങൾ ഉണ്ടാകണം. 1, 2, 3 സ്ഥാനങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവണം. ഇനി നമ്മൾ പറഞ്ഞു നിർത്തിയെടുത്ത് തുടങ്ങാം. അതായത് പവിത്രത്തിലേക്ക് വന്നത് ഈ പറഞ്ഞ പോലെ കലാതിലകമായതുകൊണ്ട് വന്നതാണ് എന്നായിരിക്കും പൊതുവെ ധരിക്കുന്നത്. ഞാൻ അതിന് എതിർപ്പ് പറയാറില്ല. പക്ഷെ രാജീവ് ഏട്ടൻ എന്ന് പറയുന്നത് എനിക്കിത് അഗൈൻ യൂത്ത് ഫെസ്റ്റിവലിലൂടെ കൂടെ മിമിക്രി ചെയ്യുന്ന വ്യക്തിയായിട്ടൊക്കെ വളരെ കുട്ടിക്കാലം മുതലേ എനിക്ക് അറിയാവുന്ന വ്യക്തിയാണ്. മേ ബി ഇതിൽ ഏതെങ്കിലും ഒരു ഫോട്ടോ കണ്ടിട്ട് രാജീവ് ഏട്ടൻ ഓർത്തോന്ന് എനിക്കറിയില്ല. പക്ഷെ രാജീവേട്ടൻ ഇങ്ങനെ ഒരു സിനിമ ഉണ്ടെന്നും അതിൽ ചേട്ടച്ചനാണ് പ്രധാന കഥാപാത്രം ചെയ്യുന്നതും ഒക്കെ പറഞ്ഞപ്പം നമുക്കങ്ങനെ എനിക്കങ്ങനെ ടെൻഷൻ ഒന്നും തോന്നിയിട്ടില്ല. മേ ബി ബിക്കോസ് ഡാൻസർ ആയതുകൊണ്ട് ഒരുപാട് പെർഫോമൻസസ് കുട്ടിക്കാലത്തെ ചെയ്ത് തുടങ്ങണമെങ്കിൽ ടെൻഷൻ ഒന്നും ഉണ്ടായിട്ടില്ല. രാജീവേട്ടൻ പറയുമ്പം എനിക്ക് സത്യം പറഞ്ഞാൽ ആ റോളിന്റെ ഡെപ്ത് എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് എനിക്ക് ആക്ച്വലി മനസ്സിലായത്, ടു അണ്ടർസ്റ്റാൻഡ്. സത്യമായിട്ടും എനിക്ക് ആകെ ഒരു വ്യത്യാസം തോന്നിയത് സാധാരണ കേൾക്കുന്ന ഒരു സിനിമയുടെ കഥയല്ലല്ലോ എന്ന് മാത്രമാണ് എനിക്ക് അതിനകത്ത് തോന്നിയത്. അല്ലാതെ എൻ്റെത് ഭയങ്കര ആ റിലേഷൻഷിപ്പിലുള്ള ഒരു ഡെപ്തോ ഒന്നും എനിക്ക് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റിയ പ്രായമായിരുന്നില്ല. അപ്പൊ എഗെയിൻ അതിന്റെ ക്രെഡിറ്റ് മുഴുവനും ഞാൻ രാജീവേട്ടനും ബാക്കിയുള്ള എല്ലാ ആക്ടേഴ്സിനും കൊടുക്കുന്ന എന്താന്ന് വെച്ചാൽ, ഏത് രീതിയിലും ഞാൻ തളർന്നു പോയാലും എന്നെ പിടിച്ചു പൊക്കാൻ എൻ്റെ കൂടെയുള്ള ലെജൻഡറി ആക്ടേഴ്സ് കൂടെ ഉണ്ടായിരുന്നു. സോ അതുകൊണ്ട് ഒരു രീതിയിൽ അത് അവരുടെ എക്സ്പീരിയൻസ് ആണ്. ഞാൻ അതിപ്പോൾ ഫോളോ ചെയ്യുന്നുണ്ട്. കാരണം അവരെ പോലുള്ള പ്രഗത്ഭ കലാകാരന്മാരുള്ളത് കൊണ്ടാണ് ഒരിടത്തും ഞാൻ താഴ്ന്നു പോവാതെ അവരെന്നെ കൂട്ടായിട്ട് നിർത്തിയത്. അപ്പൊ രാജീവേട്ടൻ്റെ റോൾ എന്ന് പറയുന്നത് എന്നെ ഒരു രീതിയിലും
ഒരു ഡിസ്കംഫേർട്ടിലേക്ക് കൊണ്ടുവരാതെ കംഫേർട്ടിൽ സോണിൽ നിർത്തി എനിക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള കാര്യങ്ങളും പ്ലസ് രാജീവേട്ടന് പറഞ്ഞു തരുന്ന കാര്യങ്ങളും ഒരിടത്തും നമ്മളെ ഒന്ന് മുഷിപ്പിക്കാതെ രാജീവേട്ടന് കൊണ്ടുപോകാൻ സാധിച്ചു. അത് ഐ ഗിവ് ദ ക്രെഡിറ്റ് ടു ദ ഹോൾ ക്രൂ. എന്നെ ഒരു കുഞ്ഞു ബേബിയെ കൊണ്ട് നടക്കുന്ന മാതിരിയായിരുന്നു അവരെല്ലാവരും. വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. ഭയങ്കര എക്സ്പീരിയൻസ്. ഇതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം കൂടെ ചോദിച്ചിട്ട്, ചേട്ടച്ചൻ എന്നാണ് ഇപ്പോഴും വിളിക്കുന്നത് ലാലേട്ടനെ? ചേട്ടച്ചൻ എന്നാണ് ഇപ്പൊ വിളിക്കുന്നത്. ഫോണിൽ സംസാരിക്കുമ്പോഴും എപ്പോഴും എല്ലാവരും ചിലപ്പോ കളിയാക്കും. പക്ഷെ ഐ തിങ്ക് ഞാൻ അദ്ദേഹത്തിനെ ശരിക്കും ഞാൻ കമലദളം എന്ന സിനിമയിലേക്ക് ആണ് ആദ്യമായിട്ട് എനിക്ക് ചേട്ടച്ചന്റെ ഒരു ഇത് ഇങ്ങനെ ചെയ്യാൻ വേണ്ടി വിളിക്കുന്നത്. അത് എനിക്ക് എന്തോ എക്സാംസോ എന്തോ സംതിങ് കൊണ്ട് എനിക്ക് അത് ചെയ്യാൻ പറ്റി. അപ്പൊ എനിക്കത് ചിലപ്പോഴൊക്കെ സങ്കടം തോന്നി വേറെ ഒന്നും കൊണ്ടല്ല, ഡാൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. കലാമണ്ഡലത്തിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ അയ്യോ അമ്മയുടെ സ്ഥാപനത്തിൽ പോവാനും അവിടെ കളിക്കാനും അത് റെക്കോർഡഡ് വാച്ച്. അപ്പൊ നമ്മൾ 100 പ്രാവശ്യം പോവും, പക്ഷെ അതൊന്നും റെക്കോർഡ് ചെയ്യപ്പെടുന്നില്ലല്ലോ. ഇത് കാലകാലങ്ങളായിട്ട് നിൽക്കുന്ന നഷ്ടമല്ല. ഡാൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് നഷ്ടപ്പെടുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഡാൻസർ എന്ന നിലയിൽ പിന്നെ എന്റെ ഭയങ്കര ഞാൻ പറയും ചേട്ടച്ചൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ ഒരു ഡാൻസിങ് ഫ്ലെക്സിബിലിറ്റി ടു ഡാൻസ് ആൻഡ് അതൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് കാണിച്ചു തന്ന ഒരു മൂവിയാണ്. അപ്പൊ അതെനിക്ക് ഒരു ചെറിയ വിഷമം ഇല്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അതേപോലെ തന്നെ മേ ബി അതിനേക്കാളും മെമ്മറബിൾ ആയിട്ടൊരു ക്യാരക്ടറായിട്ടാണ് എനിക്ക് മീനാക്ഷി അറിഞ്ഞൂടാ, നോ ഐഡിയ. അത് അങ്ങനെ അതേ സമയത്താണ് പാഥേയം എന്ന് പറഞ്ഞ സിനിമ വന്നത്. ഞാൻ അപ്പോഴേക്കും പവിത്രത്തിൽ കമ്മിറ്റഡ് ആയിരുന്നു. ഈ പവിത്രം ഒരുവിധം കൺഫേംഡ് ആയ സമയത്താണ് ജയരാജ് വന്നിട്ട് ഈ പാഥേയത്തിന് വിളിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ കൂടെ പഠിച്ച ഒരു ശരിക്കും പറഞ്ഞ അന്ന് കലാതിലകമായത് വെറുതെ അപ്പൊ അങ്ങനെ ചിപ്പി എന്ന് പറഞ്ഞാൽ ദിവ്യ എന്നാണ് ഞങ്ങൾ ക്ലാസ്മേറ്റ്സ്. ദിവ്യ എനിക്ക് പരിചയപ്പെടുത്തി കൊടുക്കാനും സാധിച്ചത് പാഥേയത്തിന്റെ. അപ്പൊ ഐ ഫീൽ അതെല്ലാം നമ്മുടെ ഒരു നിയോഗം പോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചിപ്പിയെ പാഥേയത്തിലേക്ക് എത്തിക്കുന്നത്. ഞാൻ ബിക്കോസ് അതിന് തൊട്ട് മുമ്പ് വെറുതെ മോഹിക്കാൻ മോഹം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കേരള സംഗീത് നാടക അക്കാദമിക്ക് വേണ്ടി ഒരു അമേച്വർ ഡ്രാമ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ എനിക്ക് ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് വരികയും ഇതെല്ലാം വൺ ആഫ്റ്റർ അനദർ. ഇതൊന്നും നമ്മൾ പ്ലാൻ ചെയ്യുന്ന ഒന്നുമേ അല്ല. അപ്പൊ ദിവ്യക്ക് അങ്ങനെ ചെയ്യാനുള്ള ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ജയരാജ് വന്നിട്ടുണ്ട്, ഇഫ് യു ക്യാൻ എന്നുള്ള. ഞാൻ അങ്ങനെയാണ് അതൊക്കെ. ഇതെല്ലാം നമ്മൾ ഞാൻ പറഞ്ഞു ഞാൻ ഒന്നിനും കാരണമായതല്ല, പക്ഷെ നമുക്ക് ഒരാളിലേക്ക് പോയിന്റ് ചെയ്യാൻ പറ്റി എന്നുള്ളതൊരു തീർച്ചയായിട്ടും മനസ്സിനൊരു സന്തോഷമുള്ള. കാരണം ഈ എല്ലാം നമ്മളിലേക്ക് മാത്രം എത്തിക്കപ്പെടുന്നതിലല്ല. അതായത് പൊങ്കാലയ്ക്ക് ചിപ്പി എന്ന് പറയുന്നത് പോലെ കലാതിലകം എന്ന് അങ്ങനെയൊന്നുമില്ല. ഇതെല്ലാം ഞാൻ പറയണ എന്നിൽ ഒതുങ്ങരുതെന്നാണ് ഞാൻ പറയുന്നത്. ഒരിക്കലും ഒന്നും നമുക്ക് മറ്റുള്ളവരുടെ കൂടെ ഷെയർ ചെയ്യാൻ പറ്റുമ്പോഴാണ് ഏറ്റവും വലിയ ഒരു ഹാപ്പിനെസ് ആയിട്ട്. ഞാൻ എപ്പോഴും ഒരു ചോക്ലേറ്റ് കിട്ടിയാലും എനിക്ക് സന്ദേവിനും ജസ്നിക്കും പിന്നെ ശ്യാമിനും ഒക്കെ കൊടുക്കുമ്പോൾ അതൊരു ഹാപ്പിനെസ് ആണ്. റിയലി ഫീൽ ഹാപ്പി ഓൺ ദാറ്റ്. അപ്പം പവിത്രം എന്ന് പറയുന്നത് ഒരു കരിയർ ചേഞ്ച്. അതായത് സിനിമയിലേക്ക് വന്നാൽ അന്നൊരു വലിയ പ്രശ്നം ഉണ്ടായിരുന്നത്, ഒരു വലിയ തറവാട്ടിലെ കുട്ടികളൊക്കെ അങ്ങനെ സിനിമയിലേക്ക് വരുന്നത് ശരിയാണോ എന്നൊക്കെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പക്ഷെ എൻ്റെ അമ്മ ഒന്നും മോശം എന്ന് കരുതിയിട്ടില്ല. സോ എൻ്റെ ജീവിതത്തിന്റെ ഒരു ക്രെഡിറ്റ് അമ്മയ്ക്ക് തന്നെ കൊടുക്കേണ്ടി വരും. കാരണം എല്ലാത്തിലും നന്മകൾ ആണ് കാണേണ്ടതും അതാണ് നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതെന്നുള്ള ഒരു പറയാതെ പഠിപ്പിച്ച ഒരു പാഠം എപ്പോഴും ഉണ്ട്. അപ്പൊ അത് എന്നെ വല്ലാണ്ട് സ്പർശിക്കും. അങ്ങനെ ഈ സിനിമയുടെ കഥ കേട്ട സമയത്ത് ശരി രാജുവേട്ട ചെയ്തു നോക്കാം, രാജുവേട്ടൻ തീരുമാനിക്കും. രാജുവേട്ടന്റെ ഭയങ്കര വിഷണറി പേഴ്സൺ ആണ്. രാജുവേട്ടൻ ഭയങ്കര വിഷണറിയാണ്. പക്ഷെ അതൊന്നും എനിക്ക് അന്നൊന്നും മനസ്സിലായിട്ടില്ല. രാജുവേട്ടനോടുള്ള സ്നേഹവും ബഹുമാനമാണ് ആദ്യം ഈ സിനിമ ചെയ്യണം എന്ന്. അതിനുശേഷമാണ് ഈ കഥ കേൾക്കുന്നത്. പിന്നെ ബാലേട്ടൻ വന്നു, ബാലേട്ടനും സ്റ്റോറി എക്സ്പ്ലെയിൻ ചെയ്തു. പക്ഷെ അപ്പോഴൊന്നും ഇനി എന്തൊക്കെ സ്റ്റോറി എക്സ്പ്ലെയിൻ ചെയ്തു എന്ന് പറഞ്ഞാലും ഡാൻസർ ആയതുകൊണ്ട് ഒരുപാട് ഒബ്സർവിങ് പവർ ഉണ്ടായിരുന്നു. നമ്മൾ മറ്റുള്ളവരെ ഓരോരുത്തരുടെ ക്യാരക്ടറും അങ്ങനെയൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുന്നതല്ല, പക്ഷെ അതൊരു അഭിനയം പഠിക്കുന്ന ആർക്കും ഉണ്ടാകുന്ന ഒരു കഴിവാണ്. എന്നെ ചേട്ടച്ചൻ ആ കാര്യത്തിലൊക്കെ ഭയങ്കരമായിട്ട് ഞാൻ എന്താണ് ഇദ്ദേഹത്തിന്റെ മുഖത്തൂടെ ഒരു സെക്കൻഡിലൂടെ അതുപോലെ തന്നെ എന്നെ വിസ്മയിപ്പിച്ച ഒരാളാണ് തിലകൻ ചേട്ടൻ. അല്ല, അതാ ഞാൻ മാമിന്റെ ചോദിക്കാൻ വന്നതായിരുന്നു. അതായത് 30 വർഷം കഴിയുമ്പോൾ മാം നേരത്തെ പറഞ്ഞതുപോലെ ലെജൻഡറി ആക്ടേഴ്സിന്റെ കൂടാണ് മാം അഭിനയിച്ചതെന്ന് പറയുന്നത്. ഒരുവിധപ്പെട്ട ആരും ഇന്ന് നമ്മളോടൊപ്പം ഇല്ല, ഇൻക്ലൂഡിങ് ഈ പറഞ്ഞ പി ബാലേന്ദ്രൻ. ശാസ്താംകോട്ടക്കാരനാണ്, എൻ്റെ നാട്ടുകാരനാണ്, എൻ്റെ പപ്പയുടെ അടുത്ത സുഹൃത്തുമാണ് പുള്ളി. അദ്ദേഹം പോലും ഇപ്പോൾ നമുക്കൊപ്പം ഇല്ല. അപ്പോൾ ആ ലെജൻസിനെ എങ്ങനെയാണ് മാം മിസ് ചെയ്യുന്നത്? ഇല്ല,
ഇല്ല, അവർക്ക് തുല്യമായിട്ട് വേറെ ആരെയും നമുക്ക് വെക്കാൻ പറ്റില്ല. നമ്മൾ പലരും പറയും 7 പേര് ഒരുപോലൊക്കെ ഇരിക്കണം, പക്ഷെ അതൊന്നും അല്ല. ഒരു മനുഷ്യന് തുല്യമായിട്ട് ആ മനുഷ്യൻ മാത്രമേ ഉള്ളൂ. അതിന് വേറൊരു ഒരു ബാലൻസ് ഇല്ല. ബാലേട്ടൻ്റെ ഒരു പവറൊക്കെ നമ്മൾ പോകെ അതായത് അതാ ഞാൻ പറയുന്നത്, ഇവര് ലെജൻസ് ആവുന്ന എപ്പോഴാണെന്നറിയോ, നമുക്കൊരിക്കലും ഇങ്ങനെ ഒരു സിനിമ 30 കൊല്ലം ശേഷം നമ്മൾ ചർച്ച ചെയ്യുന്ന ആരും ചിന്തിക്കുന്നില്ല. ഞാൻ ആ ചെയ്യുന്ന സമയത്ത് ഈ സിനിമ എന്താന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ അതിനെ ഏറ്റവും ബെസ്റ്റായിട്ട് നമ്മുടെ കഴിവിൻ്റെ ഗിവൺ റിസോഴ്സസിൽ നമ്മുടെ കഴിവിൻ്റെ ബെസ്റ്റ് ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുക, നമ്മളെ അതിനെ നിർത്തുക, അല്ലെങ്കിൽ ചേർത്ത് നിർത്തുക എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും വലിയ ലെജൻഡറി തിങ് എന്ന്. അതല്ലാതെ നാളെ എനിക്ക് അത് വരും, ഇന്ന് എനിക്ക് ഇത് കിട്ടും, ഇത്ര രൂപയ്ക്ക് ഇത്ര ഇത്, അങ്ങനെ ഒന്നും നമുക്കൊന്നും അതാണ് അവരുടെ ഒരു ലെജൻഡറി തിങ് എന്ന് പറയുമ്പോൾ. തിലകൻ ചേട്ടൻ എന്ന് പറയുന്നത്, തിലകൻ ചേട്ടൻ്റെ ഒരു ഇത് വെച്ച് നോക്കിയാൽ ഞാൻ ഇത് എവിടെ കിടക്കുന്ന ഒരു ചെറിയ സാധനം. തിലകൻ ചേട്ടൻ എൻ്റെ അടുത്ത് കണ്ണിനെ പറ്റിയുള്ള ആക്ഷൻസ്, ഓഫ്കോഴ്സ് ഡ്രാമ എന്നൊക്കെ വന്ന വ്യക്തിയാണ്. കണ്ണിൻ്റെ റിയാക്ഷൻസ്, മോഡുലേഷൻസ്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ വെറുതെ ഒരു അന്നൊക്കെ ഉണ്ടാകുന്ന എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു. അപ്പൊ ഇവര് തമ്മിൽ സംസാരിക്കുന്നത് പോലും നമുക്കൊരു വലിയ നോളജ് ട്രാൻസ്ഫർ ആണ്. അത് കുട്ടിക്കാലത്ത് നമ്മളിങ്ങനെ കുറേ കേൾക്കുമ്പോൾ ഇറ്റ് ഗിവ്സ് ലോട്ട് ഓഫ് ഗുഡ് തിങ്സ് ഇൻ യുവർ ലൈഫ്. എപ്പോഴെങ്കിലും നമ്മൾ അറിഞ്ഞ് എനിക്കിത് കിട്ടി അങ്ങനെയല്ല ഞാൻ പറയാം. ഇത് നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഒരു ഫീഡ് മാറി വരും. അത് എവിടെയെങ്കിലും നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഏതെങ്കിലും ഒരു അവസരത്തിലായിരിക്കും നമുക്കത് ചെയ്യാൻ പറ്റും. അപ്പം ശ്രീവിദ്യാമ്മയുടെ കൂടെ എനിക്ക് ഒരു സീൻ ഉണ്ടായിരുന്നില്ല, തിലകൻ. ഇത് രണ്ടും ഞാൻ ആക്ച്വലി കവറപ്പ് ചെയ്തത് കാഞ്ചനം എന്ന് പറഞ്ഞൊരു സിനിമയിൽ കൂടെയാണ്. അപ്പം എനിക്ക് ഇവരുടെ കൂടെ സീൻസ് ഒന്നുമില്ല, പക്ഷെ എനിക്ക് തിലകൻ ചേട്ടനെ നേരത്തെ അറിയാം, ശ്രീവിദ്യാമ്മയ്ക്ക് അമ്മയെ അറിയാം. സോ എനിക്കൊരു ഗുണം കിട്ടിയത് എന്നെ ആർക്കും ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടതില്ല, അമ്മയുടെ ഒരു പേര് പറഞ്ഞു എല്ലാവരും. അപ്പൊ ഇവര് അവരുടെ വീട്ടിലെ ഒരു മകളെ പോലെ, ഇപ്പൊ ലളിത ചേച്ചി ആണെങ്കിലും സുകുമാരി അമ്മയൊക്കെ ആണെങ്കിലും ആരാണെങ്കിലും അവരുടെ വീട്ടിലെ ഒരു കുട്ടിയായിട്ടാണ് എന്നെ. അത് അന്നത്തെ ആക്ട്രസസിന് ഉണ്ടായ ഒരു വലിയ കാര്യമാണ്. ദേ ബ്രിങ് ലോട്ട് ഓഫ് ജോയ് ടു യു. ഇത് തെറ്റ്, ഇങ്ങനെ ചെയ്യുന്നില്ല, അങ്ങനെയൊന്നും അവർ പറയുന്ന പ്രശ്നമേ ഇല്ല. സോ അപ്പൊ നമ്മളെ തളർത്തൂല. നമ്മുടെ വിചാരം ഞാൻ ഇവരെക്കാളും വലുതാണോ എന്ന് വരയ്ക്കും നമുക്കൊരു തോന്നൽ തരാൻ അവരുടെ എക്സ്പീരിയൻസ് ആണ് അത്. ഐ തിങ്ക് ഐ എം ട്രൈങ് ടു ഡു ഇറ്റ് ബാക്ക്. ഇപ്പൊ നമ്മുടെ കൂടെ പുതിയതാരെങ്കിലും ഒക്കെ അഭിനയിക്കുമ്പോൾ ഞാൻ അവരെ ഏറ്റവും കംഫർട്ടബിൾ ആക്കി നിർത്തി. അവരെ ഒരുപാട് പേര് അതിനുശേഷം, പവിത്രത്തിന് ശേഷം ഒരുപാട് പുതിയ ആക്ടേഴ്സും അല്ല, ഈ പവിത്രത്തിന് ശേഷം നിങ്ങൾ അതിന്റെ ഒരു ഈ 25 വർഷം കഴിയുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും പവിത്രത്തിന്റെ ഒരു വാല്യൂ മാമിനെ കുറെ നാൾ കഴിയുമ്പോൾ മനസ്സിലാക്കണമല്ലോ. അപ്പം ആ ഒരു ടീമിനെ അല്ലെങ്കിൽ അന്നത്തുള്ള കുറെ ഫ്രണ്ട്സിനെയൊക്കെ ഒരുമിച്ച് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ ഞാൻ ശോഭന ചേച്ചിയുടെ കൂടെ കുറച്ച് ഡാൻസ് പെർഫോമൻസസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ലളിത ചേച്ചി ഓഫ്കോഴ്സ് ഓൺ ആൻഡ് ഓഫ് എല്ലായിടത്തും മീറ്റ് ചെയ്യും, സംസാരവും ഒക്കെ ഉണ്ടായിരുന്നു. ചേട്ടച്ചൻ ഓൺ ആൻഡ് ഓഫ് ഇങ്ങനെ ഇടയ്ക്ക് ഒരു ഫോൺ കോൾ, എന്തെങ്കിലും സംതിങ് റിലേറ്റഡ് ടു ഡാൻസ് ഓർ മ്യൂസിക്, എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും. ചേട്ടച്ചൻ്റെ കൂടെ പുതിയൊരു സിനിമ എപ്പോഴെങ്കിലും ചെയ്യണമെന്ന് പിന്നീട് ഓഫ്കോഴ്സ് ഉണ്ട്. അതൊരു നമുക്കൊരിക്കലും ഡിനൈ ചെയ്യാൻ പറ്റാത്ത ഒരു ആക്ടർ അല്ലേ അദ്ദേഹം. ഇനി 90 വയസ്സായാലും 100 വയസ്സായിരുന്നാലും അദ്ദേഹത്തിന്റെ കൂടെ ഒരു പാസിംഗ് ഷോട്ട് ആണെങ്കിലും ഐ വിൽ ഡെഫിനറ്റ്ലി ഡു. അതുകൊണ്ടല്ല, ആ വ്യക്തിയോട് നമുക്ക് ഉണ്ടാവുന്ന ഒരു വിശ്വാസം കൂടെയാണ്. ട്രസ്റ്റ്, റെസ്പെക്ട്, ലവ്, സ്നേഹം എല്ലാം മാറ്റി നിർത്തിയാലും ആ വ്യക്തി, സിനിമ ചിലപ്പോൾ ഫ്ലോപ്പ് ആയാലും ആ വ്യക്തി ചെയ്യുന്ന ക്യാരക്ടർ നെവർ ഫ്ലോപ്സ്. ഇല്ലേ, ഒരിക്കലും നമ്മുടെ ഒരു പ്രേക്ഷകനെയും അദ്ദേഹത്തിന് നിരാശപ്പെടുത്താൻ പറ്റില്ല. അത്രയും നമ്മൾ പറയില്ല അദ്ദേഹത്തിന്റെ കൈ അഭിനയിക്കും, മൂക്ക് അഭിനയിക്കും, കണ്ണഭിനയിക്കും എന്ന് പറയുന്ന പോലെ അത്രയും മലയാളത്തിനെ ഒരു പാൻ ഇന്ത്യ അല്ലെങ്കിൽ വേൾഡ് വൈഡിലേക്ക് റീച്ചബിൾ ആക്കാൻ അദ്ദേഹത്തിന്റെ ഒരു സംഭാവന വളരെ അതിഗംഭീരമായിട്ട് ഈവൻ പവിത്രത്തിലൂടെയും ഐ ഡെഫിനറ്റ്ലി തിങ്ക്. അപ്പം ഇപ്പൊ ശ്രീനിയേട്ടൻ, ഞാൻ അടുത്ത് സുരേഷ് ഏട്ടന്റെ മോളുടെ ഭാഗ്യയുടെ കല്യാണത്തിന് ശ്രീനിയേട്ടനെ കണ്ടപ്പോൾ ഞാൻ ഇടയ്ക്ക് ശ്രീനിയേട്ടന് വയ്യാതിരുന്നപ്പോൾ പോയി കണ്ടിരുന്നു. ശ്രീനിയേട്ടനെ അത്രയും ക്ലോസ് ടു ഹാർട്ടാണ് ശ്രീനിയേട്ടൻ. എൻ്റെ മേ ബി അത് ഒരിക്കലും എനിക്ക് കൺവേ ചെയ്യാനൊന്നും പറ്റിയിട്ടൊന്നുമില്ല, പക്ഷേ ഹീസ് ഓൾവേസ് പാർട്ട് ഓഫ് മൈ ലൈഫ്. കാരണം എന്ത് നമുക്ക് ഒരു കാര്യം ചോദിച്ചാലും നർമ്മരൂപത്തിൽ അതിനൊരു ആൻസർ പറഞ്ഞു തരാനും ഒക്കെ. ഒരു ടീം അപ്പ്, ഈ പവിത്രത്തിന്റെ ഒരു ടീമിനെ ഒന്ന് എപ്പോഴെങ്കിലും അവൈലബിൾ ആയിട്ടുള്ള ആൾക്കാരെ ഒന്ന് കൊണ്ടുവന്നൊരു നിങ്ങൾക്കൊരു സെലിബ്രേഷൻ നടത്തണം. We should do it. I think that somebody has to take an initiative. ഇപ്പൊ രാജീവേട്ടനെ അവിടെ കാണുമ്പോൾ പറയും മോളെ 25 കൊല്ലായി 30 കൊല്ലായി എന്നൊക്കെ പറയണല്ല. I think it's a great thing to do. തീർച്ചയായിട്ടും ഇത് നമ്മളുടെ ഈ ഓപ്പൺ ഹാർട്ട് അതിനൊരു നിമിത്തമാണ്. അതൊരു ഓപ്പൺ ഹാർട്ട് ഇനി അടുത്തൊരു സെലിബ്രേഷനിലേക്ക് ആവണം എന്നുള്ളതാണ് എന്റെ പേഴ്സണലി എന്റെ ആഗ്രഹം. പവിത്രത്തിന് ശേഷവും പവിത്രത്തിന് മുമ്പും ഏതാണ്ട് 30ഓളം സിനിമകൾ
അത്ര കുറേ സീരിയലുകളൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഏറ്റവും അവസാനം അഭിനയിച്ചത് ആക്ഷൻ ഹീറോ ബിജുവിലെ ഒരു 2 സീനിൽ മാത്രമുള്ള ഒരു ക്യാരക്ടറാണ്. പക്ഷെ ആ ക്യാരക്ടർ പോലും ആൾക്കാർ നോട്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്കറിയേണ്ട ഒരു ഒറ്റ കാര്യം ഇത്രയേ ഉള്ളൂ, എവിടെയായിരുന്നു ഈ കാലമൊക്കെ? ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ എവിടെയോ ഹൈഡായിരുന്നു. അതിന് എന്താണ് ഇപ്പോൾ ശരിക്കുള്ള ഒരു ഉത്തരം പറയേണ്ടതെന്ന് പറഞ്ഞാൽ, ഇന്നുണ്ടാവുന്ന ഒരു സിസ്റ്റം ആയിരുന്നില്ല അന്ന് നമ്മൾ കല്യാണം കഴിച്ച അപ്പൊ തന്നെ വെട്ടി കളയാന്നുള്ള. ഞാൻ സിനിമയിലേക്ക് വരുന്ന സമയത്ത് ഞാൻ വരുന്നു, ഞാൻ പോകുന്നു, ഞാൻ ഇനി അഭിനയിക്കുന്നില്ല, ഇതൊന്നും ഞാൻ ഒരു കാലത്ത്, കാരണം ഡാൻസ്, പാട്ട്, അഭിനയം, മ്യൂസിക്, ഞാൻ ചെയ്തുകൊണ്ടിരുന്ന എല്ലാ കാര്യങ്ങളും, അതായത് ഞാൻ എൻ്റെ കുട്ടിക്കാലം മുതൽ ചെയ്തുകൊണ്ടിരുന്ന എല്ലാ കാര്യങ്ങളും ഇപ്പോഴും ചെയ്യുന്നുണ്ട്. യാതൊരു വലിപ്പ ചെറുപ്പം ഇല്ലാതെ ഞാൻ ചെയ്തു. ഓൺലി തിങ് ഈസ്, അന്നും ഞാൻ ഡാൻസറാണ്, മ്യൂസീഷ്യനാണ്, ആക്ടറാണ്. അപ്പൊ അന്നും നിങ്ങൾ എന്റെ ഗ്രാഫ് എടുത്ത് നോക്കി അറിയാം, കുറേ സിനിമ അറ്റ് എ ടൈം ചെയ്യുന്ന ഒരു വ്യക്തി ആയിരുന്നില്ല. നല്ലത് ചെയ്യണം, അതിപ്പോ എല്ലാം നല്ലത് ആയിക്കൊള്ളുന്നില്ല, നമ്മൾ ആഗ്രഹിക്കുന്ന ലെവലിലേക്ക് എല്ലാം നന്നാവണം എന്ന് പുതുമണങ്ങളിലൊക്കെ കണ്ടു കഴിഞ്ഞാണല്ലോ ശരിക്കും ദേഷ്യം വരും. ഞാൻ ആ സിനിമ അല്ല, ഞാൻ പറഞ്ഞു വന്ന ഇത്രേ ഉള്ളൂ. അപ്പൊ അന്ന് അത് നമുക്ക് നേടിയെടുക്കാൻ ഒരു ഫൈറ്റ് തന്നെ വേണം. ഞാനിപ്പോ പറഞ്ഞു ഞാൻ അഭിനയിക്കുന്നില്ല, ഒരു വലിയ റൈറ്റപ്പ് ഒക്കെ വരും, ഇനി സിനിമയിലേക്ക്. അപ്പൊ ഇത് നമ്മൾ അറിയാതെ അന്ന് പത്രവും എന്താ പറയാ TV ഒക്കെ ജസ്റ്റ് വന്നു തുടങ്ങുന്ന, കുറച്ചുകൂടെ പോപ്പുലറൈസ് ചെയ്യുന്ന സമയം. അപ്പൊ ഈ പേപ്പറും മാഗസിൻസിലും ഒക്കെ ഇങ്ങനെ അടിച്ചു വരുമ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയിട്ടുണ്ട്, എപ്പോഴാണ് ഇങ്ങനെ ആക്ച്വലി സത്യമാണ്. സോ ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ കുറച്ചും കൂടി ഒരു നാച്ചുറൽ ആയിട്ട് നമ്മുടെ ജീവിതത്തിന്റെ ഒരു പാർട്ട് മാത്രമാണ് അമ്മയാവുക എന്ന് പറയുന്നതോ അല്ലെങ്കിൽ ഒരു കല്യാണം കഴിക്കുന്നത്. അതായിരുന്നില്ല അന്ന്. ആ വ്യത്യാസം ഇപ്പൊ കുറച്ചും കൂടി ഈസ് ആയിട്ടുണ്ട്, കുറച്ചുകൂടെ ലൈഫ് കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എവറിബഡി ഈസ് അവൈലബിൾ, ആർക്ക് വേണമെങ്കിലും എന്ത് ക്യാരക്ടർ. പിന്നെ എനിക്കുണ്ടായിരുന്ന ഒരു ഹെസിറ്റേഷൻ ഞാൻ പറയാം, അത് സിനിമാക്കാരെ കുറ്റം പറയാൻ പറ്റില്ല. കുറേ നാൾ കഴിഞ്ഞ സിനിമകളൊക്കെ വരാൻ തുടങ്ങിയപ്പം ഒരു പ്രോമിനന്റ് ക്യാരക്ടറായിട്ട് വരാൻ തുടങ്ങിയിട്ടില്ല. അത് വെച്ചാൽ സിനിമ മാറുന്നത് കൂടെ നമ്മൾ മാറണമായിരുന്നു. ഞാൻ മാറണമായിരുന്നു, ഞാൻ അങ്ങനെ മാറിയില്ലായിരുന്നു. അതിന്റെ റീസൺ എന്താന്ന് വെച്ചാൽ, അതുവരയ്ക്കും ഒരു ഹീറോയിൻ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു കഥാപാത്രം ചെയ്തിട്ട് വൺ ഫൈൻ മോർണിംഗ് പെട്ടെന്ന് നമ്മൾ കല്യാണം കഴിച്ചു എന്നുള്ള ഒരു ഒറ്റ കുറ്റകൃത്യം കാരണം, അല്ലെങ്കിൽ ഒരു അമ്മയായി എന്നുള്ള ഒരു കുറ്റം കൊണ്ട്, ഇത് രണ്ടും വലിയ ക്രൈം ആയിരുന്നു അന്ന്. കല്യാണം കഴിച്ചു ഇനി ആരും നോക്കൂല. അങ്ങനെ അല്ല നമ്മൾ അതിനെ കാണണ്ടെന്ന് ഇപ്പോഴത്തെ. ഓരോ സ്ത്രീകളും ഒരു ബ്രാൻഡാണ്. ഏതൊരു സ്ത്രീ കഥാപാത്രം നോട്ട് നൗ. അന്നും ഞാൻ ചോദിക്കട്ടെ, ശോഭന ചേച്ചി ആണെങ്കിലും, സുമലത, ജയപ്രദ, എനിബഡി യു ടേക്ക്, അവരൊരു കൊണ്ടുവന്നിരിക്കുന്ന മേന ചേച്ചി, കാർത്തിക ചേച്ചി, കുറെ പേര് നമുക്ക് എടുത്തെടുത്ത് പറയാവുന്ന ക്യാരക്ടേഴ്സ് ഉണ്ടാക്കിയിട്ടുള്ളവര് ഇന്നും ഫെമിലിയർ ഫേസ് ആയിട്ട് നിൽക്കുന്നത് അവരുടെ അന്നത്തെ കഥാപാത്രങ്ങൾ അവരത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തു വെച്ചതുകൊണ്ട്. അപ്പൊ നമ്മൾ ഇപ്പോഴും കോമ്പിനേഷൻസ് പറയുന്നില്ലേ, അവരെ മോഹൻലാൽ സുഹാൻസോ എന്ന് പറയും. സോ ഇത് ബേസിക്കലി ആക്ടേഴ്സിന് കിട്ടുന്ന ഒരു പ്രോമിനൻസ് ആക്ട്രസസിന് കിട്ടാറില്ല. ആൻഡ് ലോങ് ലൈഫ് ഇല്ല, അന്നത്തെ കാര്യം. ഇപ്പൊ സ്ലോലി വെരി ഭയങ്കര ആക്യുറേറ്റ് ആയിട്ട് ഉടനെ നടക്കുന്നല്ല ഞാൻ പറയണേ, പക്ഷെ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. കുറച്ചും കൂടി ഫീമെയിൽ ഓറിയന്റഡ്. അത് വെറുതെ ഞാൻ നേരത്തെ പറഞ്ഞു, കല്യാണം കഴിച്ചോ കഴിച്ചില്ലേ, അമ്മയായോ ആയില്ലേ, ഇതൊന്നും മാറ്റർ ചെയ്യുന്ന കാര്യം. സോ അതിന് ആക്ട്രസസിന്റെ ഒരു എഫേർട്ട് ഒരുപാടുണ്ട്. അത് നമ്മൾ ഐ തിങ്ക് പ്രോമിനന്റ് ആയിട്ട് എടുത്തു പറയാൻ പലർക്കും മടിയാണ്. പക്ഷെ എനിക്ക് ഐ ഫീൽ അത് കുറച്ചൊരു നാച്ചുറൽ പ്രോസസ്സാണ്. ലൈഫ് ഒരുപാട് ചേഞ്ചസ് നമ്മുടെ ജീവിതത്തിൽ അല്ലെ. ഒരുപാട് സന്ദീപ് ഒരു 20 കൊല്ലം മുമ്പ് എങ്ങനെ ആയിരുന്നിരിക്കില്ല അല്ലെ. ഇപ്പൊ കുറച്ചുകൂടെ ഒരു കണ്ണടയൊക്കെ വെച്ച് കുറച്ചുകൂടെ ഞാൻ മെച്ചോർഡാണ് എന്നുള്ളൊരു കണ്ണട ചിലപ്പോൾ ആവശ്യമേ ഉണ്ടോ, എന്നാലും ഞാൻ ഇരിക്കട്ടെ എന്ന് ചിന്തിക്കുന്ന ഒരു ലെവലിലേക്ക്. സോ ഈ ചേഞ്ചസ് ഇൻവോളണ്ടറി ആയിട്ട് നടക്കുന്ന കാര്യങ്ങൾ ഐ തിങ്ക് നമ്മൾ അതിന്റെ കൂടെ സ്ലോലി, എനിക്ക് ആ ഫേസിലോട്ട് വരാൻ കുറച്ച് സമയം എടുത്തു. ഇൻ ദ സെൻസ് ഇപ്പം ആക്ഷൻ ഹീറോ ബിജു തന്നെ ചെയ്യണോ വേണ്ടോ എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു. അപ്പൊ ഞാൻ ഷൈൻ വിളിച്ചപ്പോ ഞാൻ ചോദിച്ചു, ഞാനൊന്ന് ലൊക്കേഷനിലോട്ട് വരട്ടെ. എന്റെ വിചാരം എന്നെ കാണുമ്പോൾ ഷൈൻ പറഞ്ഞു ഇത് പറ്റൂല എന്ന് പറയുമായിരുന്നു എന്റെ ധാരണ. സത്യമായിട്ടും ഞാൻ ലൊക്കേഷനിൽ ചെന്നപ്പം ഷൈൻ നമ്മൾ ചെയ്യല്ലേ ഷൈൻ ഒന്നും പറയുന്നില്ലല്ലോ, എന്നെ വേണ്ടെന്ന് പറയുന്നില്ല,
അപ്പം ഷൈൻ പറയുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കുന്നുണ്ട് ഈ റോളില് ഞാൻ ചെയ്താൽ ശരിയാവോ, ബിക്കോസ് ഇറ്റ്സ് എ വെരി സ്മോൾ ക്യാരക്ടർ. ഞാൻ അല്ലെങ്കിൽ ആരെന്ന് ചോദിച്ചപ്പോ രേവതി മാം എന്ന് പറഞ്ഞു. രേവതി മാമിന് വെച്ച റോളോ എനിക്കോ എന്ന് എനിക്ക് എന്നുവെച്ചാൽ വേറെ ഒന്നും കൊണ്ടില്ല, ഇറ്റ്സ് എ സ്മോൾ ക്യാരക്ടർ. അപ്പം അതിന്റെ വലുപ്പം മനസ്സിലാക്കാൻ എനിക്ക് സമയമെടുക്കും. ഞാൻ ആരെയല്ല കുറ്റം പറയണേ, എൻ്റെ ഭാഗത്തുള്ള തകരാറാണ്. സിനിമ വളരുന്നതിനോടൊപ്പം എൻ്റെ മനസ്സും ചിന്തകളും വളരാനുള്ളൊരു സമയം അല്ലെങ്കിൽ ഒരു പക്വത എനിക്ക് വരാൻ കുറച്ച് സമയമെടുത്തു. ഇപ്പം എനിക്കറിയാം സ്ക്രീൻ സ്പേസിങ് അല്ല, കുറച്ചൊരു നല്ല പ്രോമിനന്റ്. ഇപ്പൊ നമുക്കറിയാം ഒരു സിനിമയിൽ ചിലപ്പം 4-5 കഥാപാത്രങ്ങളേ ഉള്ളൂ. ഇപ്പൊ ബ്രഹ്മയുഗം പോലെ സിനിമയിൽ 3 കഥാപാത്രം ഒരേ ഒരു ഫീമെയിലും മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെ സിനിമ വരുന്ന കാലത്തിൽ ഇറ്റ് ഇസ് വെരി വെരി promising to come back and do നല്ല ക്യാരക്ടർ. എനിക്ക് തോന്നുന്നു ഇപ്പം സിനിമകൾ അങ്ങനെ ഒരു ഇന്ന ആളിനെ വെച്ച് നായകനോ നായികയോ ഇന്ന ആള് വേണമെന്നില്ല, നിർബന്ധമില്ല, ഇന്ന ആള് വേണമെന്നില്ല. അത് ആക്ച്വലി സിനിമയുടെ ഒരു വളർച്ചയാണ് കാണുന്നത്. പണ്ട് നമ്മൾ എല്ലാ ഇന്റർവ്യൂസിലും പറയാറ്, എല്ലാവരും പറയാറുണ്ട്, സിനിമയുടെ ഒരു ബാക്ക് ബോൺ എന്ന് പറയുന്നത് കഥയും അതിനെ കൊണ്ടുവരുന്ന മേക്കിംഗ്, അതെങ്ങനെ പ്രസന്റ് ചെയ്യുന്നു, ആര് പ്രസന്റ് ചെയ്യുന്നു എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. സോ ഇന്ന് നമ്മുടെ സിനിമ, പ്രത്യേകിച്ച് മലയാള സിനിമ, വേൾഡ് വൈഡ് ആയിട്ട് ഇതിനെപ്പറ്റി ഇത്രയും ആൾക്കാർ സംസാരിക്കുന്നുണ്ടെങ്കിൽ നമുക്കറിയാം, നമുക്ക് പരിചയമില്ലാത്തവരെല്ലാവരും റിവ്യൂസ് പറയുന്നു, വരുന്നവരും പോകുന്നവരും, തെലുങ്ക്, കന്നഡ അല്ലെ, ഇന്ത്യ മുഴുവൻ റിവ്യൂ പറയുന്ന ഒരു ഇതിലേക്ക് മലയാള സിനിമ ഉയർത്തിക്കൊണ്ടുവന്നതിന് ഒരുപാട് പേരുടെ എഫേർട്ട് ഉണ്ട്. അത് ഐ തിങ്ക് ഇറ്റ്സ് സച്ച് എ ഗ്രേറ്റ് ഓണർ. മലയാള സിനിമയുടെ എവിടെയെങ്കിലും ഒരു പാർട്ടായിട്ട് എനിക്ക് നിൽക്കാൻ. തീർച്ചയായും അതാണ് മാം. എവിടെയെങ്കിലും ഒരു പാർട്ടായിട്ട് നിൽക്കുന്നതിലിപ്പം അസോസിയേഷനുകളൊക്കെ ഉണ്ടല്ലോ മലയാള സിനിമയിൽ. ഇപ്പം അമ്മയുണ്ട്, അതുപോലെ WCC ഉണ്ട്, അങ്ങനെ മാം അസോസിയേഷനുകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്. എന്റെ മെമ്പർഷിപ്പിൽ ഞാൻ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 10ാമത്തെ നമ്പറാണ് എന്നാണ് എന്റെ ഓർമ്മ അമ്മയില്. അതായത് 95-ലാണ് അമ്മയുടെ പ്രോഗ്രാംസ്, അതായത് ഷോസിലെല്ലാം ഫസ്റ്റ് ഓപ്പണിംഗ് ഡാൻസ് ഞാൻ, ശോഭന ചേച്ചി, വിനീത്, ഞങ്ങൾ 3 പേരുടെയും കൂടെയാണ് ഷോ തന്നെ ഓപ്പൺ ചെയ്യുന്നത്. സോ അന്ന് മുതൽ ഇന്ന് വരെ എല്ലാ രീതിയിലും ഐ ഫീൽ അതൊരു, ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു തറവാടാണ്. ആക്ടേഴ്സിന്റെ തറവാട് എന്നുള്ള രീതി കൊണ്ട് എല്ലാവരും ഭയങ്കരമായിട്ട് വേണ്ടതിനും വേണ്ടാത്തതിനും ഒക്കെ അതിനെ ക്രിട്ടിസൈസ് ചെയ്യാൻ. നമ്മൾ വീട്ടിനകത്ത് ഇപ്പം ഞാൻ സന്ദീപിനോട് പറയുന്ന കുറേ കാര്യങ്ങൾ, സിൻസ് ഇറ്റ് ഇസ് റെക്കോർഡഡ്, നമ്മൾ പറയുന്ന ഭാഷയ്ക്കും ഒക്കെ ഉണ്ട്. ഇത് ഞാൻ ചിലപ്പോൾ സ്വകാര്യത്തിൽ എന്ന് പറയുന്നതിനൊരു അതൊരു ചേച്ചി അനിയൻ എന്നുള്ള രീതിയിലായിരിക്കാം നമ്മൾ സംസാരിക്കുക. ഇത് അതേ ആംഗിളിൽ എല്ലാവർക്കും കാണാൻ പറ്റണം എന്ന് നിർബന്ധമില്ല. സോ ബട്ട് വെൻ അസോസിയേഷൻ കംസ്, നമ്മൾ ഒരുപാട് പ്രോമിനൻസ് നമുക്ക് അറ്റ്ലീസ്റ്റ് നമുക്ക് വോയിസ് ചെയ്യാനുള്ളൊരു സ്ഥലമുണ്ട്. അത് കേൾക്കണം, അതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഉണ്ടാവണം. കാരണം ഓരോ കുടുംബത്തിൽ നിന്ന് വിട്ട് പോകുന്നതിലല്ല, നമ്മളിപ്പോൾ അച്ഛനും അമ്മയും വിട്ട് എവിടെയും പോകുന്നില്ല അല്ലെ. നമ്മുടെ അപ്പൂപ്പൻ അമ്മൂമ്മ എന്നൊക്കെ പറയുന്നത് നമ്മുടെ തറവാടിന്റെ അല്ലെങ്കിൽ നമ്മുടെ നോർമൽ പബ്ലിക്കിന് അമ്മ എന്ന് കേൾക്കുമ്പോൾ ഭയങ്കര കോമഡി ആയിപ്പം. അതിന്റെ കാരണം പലരെയും സഹായിക്കുന്നില്ല, പലരെയും പിന്നെ വേണ്ട രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നില്ല, വിലക്കുകൾ ഉണ്ടാക്കുന്ന സിനിമയിൽ. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ വരുമ്പോഴത്തേക്കിന്, നമ്മളിപ്പോൾ തറവാട് എന്ന് പറയുമ്പോഴും നമ്മൾ പിണങ്ങി പോകുന്നവർ ഒരുപാട് പേരുണ്ട്. ഞാൻ അങ്ങനെയാണ്. ഞാൻ സത്യമായിട്ട് ഒരാളെയും ഞാൻ ഇവിടെ കുറ്റം പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എന്താ ഞാൻ പറയാമെന്ന് വെച്ചാൽ, ഇതൊരു ബിഗ് ഫാമിലിയാണ്. പലരുടെയും സംസ്കാരവും പലരുടെയും എഡ്യൂക്കേഷനും അവർ വന്ന ജീവിത സാഹചര്യങ്ങളും വളരെ വേറിട്ടതാണ്. ഇന്നത്തെ ഒരു തലമുറ കടന്നു വന്ന രീതിയിലല്ല മധുസാറോ അല്ലെങ്കിൽ അതിന് മേലെ വന്നിട്ടുണ്ട്. അവരുടെ എക്സ്പീരിയൻസിന് നമ്മളൊരു ഇമ്പോർട്ടൻസ് കൊടുക്കണം. അവരാണ് നമ്മുടെ ഇന്നത്തെ പാത കുറച്ചുകൂടെ ഈസി ആക്കി തന്നത്. അപ്പം ഇതൊരു ഒരു ഫാമിലിയിൽ ഉണ്ടാവുന്ന ഒരു ടഗ് ഓഫ് വാറാണ്. ചിലത് നമുക്ക് ശാസിച്ച് ചെയ്യാം, ചിലത് നമ്മൾ തലോടി ചെയ്യാം, ചിലത് നല്ല വാക്കുകൾ പറഞ്ഞ് ചെയ്യാം, നല്ല അടി കൊടുത്തും ചെയ്യാം. ഇത് നമ്മൾ അടിക്കുമ്പോൾ ആക്ടേഴ്സ് എങ്ങനെ സംഭവിക്കും. അതാ ഞാൻ പറയണേ, നിങ്ങൾ ഈ പറയുന്നത് പൊലിപ്പും ഗോഷ്ഠികളും കോമഡികളൊന്നും കുടുംബത്തിനകത്തില്ല. ഇത് പുറത്ത് നൗ ഓൾസോ. ഇപ്പൊ നമ്മൾ ഒരു മീറ്റിംഗ് കഴിഞ്ഞ് പുറത്ത്, ഇപ്പൊ ഞാൻ പറയുന്ന പല വാക്കുകളും എൻ്റെ മനസ്സിന്റെ അകത്തുനിന്ന് വരുന്ന വാക്കുകളാണ്. ഇതിനെ പുറത്ത് എങ്ങനെ കാണുന്നു എനിക്ക് അറിഞ്ഞില്ല. ഞാൻ അത് ചിന്തിച്ചുകൊണ്ട് മാത്രമായിട്ട് എനിക്ക് സന്ദീപിനോട് സംസാരിക്കാൻ പറ്റില്ല. ഇപ്പം ഞാൻ പറയുന്ന എൻ്റെ എക്സ്പീരിയൻസ്, ഞാൻ എങ്ങനെ കടന്നു വന്നു എനിക്ക് മാത്രം അറിയാവുന്ന കാര്യമാണ്. വേറെ ഒരാൾ അത് ചുമ്മയാണ് പറയണേ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, മാം മോളെ അഭിനയിപ്പിക്കോ. എൻ്റെ ജീവിതത്തിൽ ടച്ച് വുഡ് ഇന്ന് വരെ സിനിമയിൽ നിന്ന് ഒരു മോശം
ഒരു മോശം ഇൻസിഡന്റ് എനിക്ക് അനുഭവം ഉണ്ടായിട്ടില്ല. ഉണ്ടായിട്ടില്ല. മേ ബി ഞാൻ അത്രയും ശ്രദ്ധിച്ച് ചെയ്തത് കൊണ്ട്, മേ ബി ഞാൻ അങ്ങനെ അസോസിയേറ്റ് ചെയ്ത ആൾക്കാർ, അത്രയും നല്ല ആൾക്കാർ, സിനിമയെ അത്രയും പാഷനേറ്റീവ് ആയിട്ട് കണ്ടവർ എന്നും പറഞ്ഞ് മറ്റുള്ളവർക്ക് ഉണ്ടായിട്ടില്ല എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ബിക്കോസ് അവർ പറയുന്നത് അവരുടെ ജീവിതമാണ്, ഞാൻ പറയണത് എൻ്റെ ജീവിതം. സോ എനിക്ക് ആകെ യങ്സ്റ്റേഴ്സ്, ഇപ്പം പല ആക്ട്രസസും ചേച്ചി എങ്ങനെയാണ്, ഹൗ ഡു യു ഹാൻഡിൽ ദിസ് എന്ന് ചോദിക്കും. ഞാൻ പറയും ഐ ടേക്ക് ദാറ്റ് മച്ച് ഓഫ് കെയർ. ഇപ്പം ഈ ഒരു ഇന്റർവ്യൂ തന്നെ ഐ എൻഷുർ ദിസ് പ്ലേസ് ഇസ് നമുക്കൊരു സെക്യൂർഡ് ആയിട്ട് വരാൻ പറ്റിയ ഒരു സ്ഥലം എന്ന് ഞാൻ എൻഷുർ ചെയ്യും അറ്റ് ദിസ് ഏജ്. അപ്പൊ ആ കാലത്തെ ഞാൻ അത് ചെയ്യും. എങ്ങനെയായിരുന്നു സിനിമയ്ക്ക് പോയിക്കൊണ്ടിരുന്നത്? ഫാമിലി അമ്മയുണ്ടായിരുന്നു. അമ്മ വാസ് ഓൾവേസ് ദേർ എന്റെ കൂടെ. മിക്കവാറും എന്റെ കാറിൽ തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. അതല്ലെങ്കിലും അന്നൊരു സെക്യൂർഡ് ഫീൽ ഉണ്ടായിരുന്നു. വളരെ സ്മോൾ യൂണിറ്റ് ആയിരുന്നു. ഒരു 100 പേരെന്നൊക്കെ പറഞ്ഞ വലിയ യൂണിറ്റ് ആണ്. എല്ലാവരും ഒരുമിച്ചിരിക്കുന്ന ഒരു ഇപ്പം ആരും ഇല്ലെങ്കിലും, ഇപ്പൊ വേണുചേട്ടനുണ്ടെങ്കിലോ ജഗദീഷ് ചേട്ടനുണ്ടെങ്കിലോ നമുക്കൊരു സെക്യൂർഡ് ഫീലാണ്. ഇവരെന്നെ വിട്ടിട്ട് പോവില്ല. ബിക്കോസ് ദേ നോ ഐ ആം പാർട്ട് ഓഫ് ദെയർ ഫാമിലി. ഇപ്പൊ അവര് മോളെ നിനക്ക് കാറ് വന്നോ, നീ എവിടേക്കാ പോണേ എന്നൊക്കെ ചോദിക്കും. അപ്പൊ നമുക്ക് അത്രയും ഈവൻ ചേട്ടച്ചൻ ഇപ്പൊ ഞാൻ പറഞ്ഞ എല്ലാ, അവരൊക്കെ വലിയ ആക്ടേഴ്സ് ആണ്. അവർക്ക് ആർക്കും നമ്മുടെ ഒരു പക്ഷെ എങ്കിൽ പോലും നീ എങ്ങനെ വന്നു, എങ്ങനെ പോകണം, എവിടെയാ താമസിക്കുന്നത് എന്നൊക്കെ ധൈര്യസമേതം നമ്മളോട് ചോദിക്കുമായിരുന്നു. ആ ചോദ്യം പല അലകളായിട്ട് പലരിലേക്കും എത്തും. സോ ദേ വിൽ എൻഷുർ നമ്മൾ അവിടെ സേഫ് ആൻഡ് സെക്യൂർഡ്. ഞാൻ പറയാം, എത്രയോ പ്രൊഡക്ഷൻ ബോയ്സിന്റെ യൂണിറ്റിൽ ഈ തുണി പിടിച്ച് അവര് നമ്മളെ സെക്യൂർഡായിട്ട് ഫീൽ ചെയ്യിപ്പിച്ച് നമ്മൾ ഡ്രസ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം ആ സെക്യൂരിറ്റി ഇന്നില്ലാത്തത് ഇതൊരു സാധനം വലിയൊരു പാരയായിട്ട് ഉണ്ട്, ഇല്ലാന്ന് പറയാൻ പറ്റില്ല. ആൻഡ് ഞാൻ പറയാം, അന്നത്തെ ഒരു ഡിഫിക്കൽട്ട് സെക്ഷൻ അല്ല ഇന്നത്തെ പെൺകുട്ടികളല്ല, ആൺകുട്ടികൾ ഉൾപ്പെടെ എല്ലാ കുട്ടികളും അവരുടെ ഒരു ലൈഫ് വേറെ രീതിയിലാണ്. അവരുടെ പ്രോബ്ലംസ് ഇല്ല എന്നല്ല, അവർക്ക് നിറച്ച് പ്രോബ്ലംസ് ഉണ്ട്. ഇപ്പൊ ഒരു ഇനോഗ്രേഷനോ ഒരു ഫംഗ്ഷനോ എവിടെയെങ്കിലും പോകുമ്പോൾ പണ്ടൊക്കെ 1 ക്യാമറ 2 ക്യാമറ 10 ക്യാമറ 20 ക്യാമറ, ഇതിൽ കൂടുതൽ ക്യാമറാസ് നമ്മൾ എങ്ങനെ സ്വകാര്യത മാത്രമല്ല, എന്താണ് നമ്മൾ പറയുന്ന വാക്കുകളോ നമ്മൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങളെക്കാൾ ഉപരി ഒരുപാട് കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് വന്നുപോയി, വിച്ച് ഇസ് ക്വൈറ്റ് നോട്ട് സോ ഗുഡ്. ഞാൻ പറയണേ, ഞാൻ പറയുന്ന വാക്കുകളും ഞാൻ പ്രവർത്തിച്ച കാര്യങ്ങളും ഇനി പ്രവർത്തിക്കാൻ പോകുന്ന കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. ഒരു വ്യക്തി ഞാൻ ഉടുക്കുന്ന ഡ്രസ്സിലോ അല്ലെങ്കിൽ ഞാൻ എവിടെ നിന്ന് വരുന്നു എന്നൊന്നും ആക്ച്വലി ഡസന്റ് മാറ്റർ. പക്ഷെ അത് പ്രൊമോട്ട് ചെയ്ത് ഫോക്കസ് മാറിപ്പോയി. ഈവൻ സിനിമയുടെയും. പക്ഷെ അത് വേറൊരു കാര്യമുണ്ട് മാം, ഇതൊക്കെയാണ് ഇപ്പൊ കൂടുതൽ ആൾക്കാർക്കും വേണ്ടതെന്നുള്ളൊരു തോന്നലാണ് നമുക്ക് ഉണ്ടാവുന്നത്. ഇപ്പൊ ഞാൻ ഒരുപാട് പേര് എന്നോട് പറയും, മാഡം അത് ഈ സീരിയൽ ഇങ്ങനെ എടുത്താലേ, അങ്ങനെയൊന്നും അല്ല, നല്ലത് എപ്പോഴും ജനങ്ങളെ സ്വീകരിച്ചിട്ടുണ്ട് അല്ലേ, ഏത് കാലം. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ആക്ടേഴ്സ്, ഫേസ് അറിയാത്ത ആക്ടേഴ്സും കൂടെ അഭിനയിക്കുന്നത്. ചില ഷോർട്ട് ഫിലിംസ് ഒക്കെ കാണുമ്പോൾ എന്തൊരു മേക്കിംഗ് ആണ്, ഇതൊന്നും അവർക്ക് അറിഞ്ഞേ കൂടെ ആയിരിക്കും. പക്ഷെ നമ്മൾ തന്നെ എന്തൊരു സ്റ്റൈലിഷ് മേക്കിംഗ് ആണെന്ന് നമുക്ക് തോന്നുന്നത്. അതിന് അത്രയും തിങ്കിങ് പ്രോസസ്സ് നടന്നിട്ടുണ്ട്, അവർ അതിനകത്ത് അത്രയും ഫോക്കസ് ചെയ്തിട്ടുണ്ട്. ആ തോട്ട് പ്രോസസ് എല്ലാത്തിലും അഭിനയിക്കണം. അങ്ങനെ ഐ ആം ദി ഫസ്റ്റ് ആക്ടർ, ഐ തിങ്ക് പണ്ട് സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ സീരിയലിൽ അഭിനയിച്ചു, അയ്യോ സീരിയലിൽ പോയി ഇനിയിപ്പം ഭയങ്കര പ്രശ്നമാണ്. എനിക്ക് അങ്ങനെ തോന്നിയിട്ടേ ഇല്ല. സ്റ്റേജ് വേറെ അപ്പൊ അന്നേ ഞാൻ വളരെ കുറച്ച് വയസ്സായിട്ടുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്തപ്പോൾ ഇവർക്ക് ഇത് എന്തിന്റെ കാര്യമാണെന്നൊക്കെ ചോദിച്ചവർ ഒരുപാട് പേരുണ്ട്. ഞാൻ ആക്ടിങ്ങിനെ കാണുന്നത് എനിക്ക് ഇഷ്ടമുള്ള ഒരു മേഖല, എനിക്ക് പോർട്രേ ചെയ്യാൻ പറ്റാത്ത കാര്യം. ഞാൻ ഒരിക്കലും ഒരു ഡോക്ടറായിട്ടോ എഞ്ചിനീയറായിട്ടോ ഒരു ലോയറായിട്ടോ എനിക്ക് ഒരിക്കലും ഇല്ല. ഞാനൊരു PhD ആസ്പിറന്റ് അവാർഡി ആയിട്ടുള്ള ഒരാളാണ്, അല്ലെങ്കിൽ ഒരു ഡാൻസറാണ്. ഇതിൽ കൂടുതലെല്ലാം എൻ്റെ ബോണസ് ക്യാരക്ടേഴ്സാണ്. അതിനെ എനിക്ക് പോർട്രേ ചെയ്യാൻ സാധിക്കുമോ, അത് 10 പിള്ളേരുടെ അമ്മയാണോ അല്ലെങ്കിൽ കല്യാണം കഴിക്കാത്തൊരു, ഡസന്റ് മാറ്റർ ഫോർ മീ. പണ്ടേ ഇല്ല. അപ്പൊ ഇന്നും ഞാൻ സിനിമ സീരിയൽ പക്ഷെ ഒരു പ്രോസസ്സിന്റെ ഡിഫറൻസ് ഉണ്ട്. സീരിയൽ ആണെങ്കിലും സിനിമയാണ്, ആ ഡിഫറൻസസ്. അപ്പം ചിലപ്പോൾ ചില സീരിയലായിട്ട് അസോസിയേറ്റ് ചെയ്യുമ്പോൾ ടു സ്റ്റാർട്ട് വിത്ത് ദേ ആർ അമേസിങ്. ഞാൻ ചില കഥ അറിയാതെ എന്നൊക്കെ പറഞ്ഞൊരു സീരിയൽ ചെയ്തിട്ടുണ്ട്. വൺ ഓഫ് ദി ബെസ്റ്റ് സീരിയൽസ്, വൺ ഓഫ് ദി ബെസ്റ്റ് മേക്കിംഗ് ആണ്. പക്ഷെ അത് കറക്റ്റ് സ്ഥലത്ത് കറക്റ്റ് സമയത്ത് കറക്റ്റ് ഇടത്ത് വരാത്തതിൻ്റെ തകരാറുണ്ട്. അപ്പം ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താ, നമുക്ക് കിട്ടുന്ന നല്ലതിൽ ഒരെണ്ണം ചൂസ് ചെയ്ത് ചെയ്യാം എന്നല്ലാതെ അതിന്റെ ബാക്കി എല്ലാ കണ്ടന്റ്സും ഒത്തു വരുമ്പോഴാണ് വൺ ഓഫ് ദി എക്സലന്റ് പ്രോഡക്റ്റ് ആയിട്ട് മാറുന്നത്. തീർച്ചയായിട്ടും. അപ്പൊ അതാണ് മാം ഇത്രയും സിനിമ വിശേഷങ്ങൾ. ഞാൻ പറഞ്ഞ ഒരു പോയിന്റ്
ആങ്കർ എന്ന നിലയിൽ എന്നോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത് ഞാൻ എവിടെയൊക്കെയോ ഡീവിയേറ്റ് ചെയ്ത് ഇങ്ങനെ പോയി. എന്നോട് ചോദിച്ചു 30 years where were you എന്ന് ചോദിച്ചു. ഇറ്റ്സ് ലൈക്ക് ഞാൻ ഇവിടെയൊക്കെ തന്നെയുണ്ട്, ഞാൻ ചെയ്തുകൊണ്ടിരുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഒരു കല്യാണം നടന്നു, ഒരു മോളുണ്ടായി. അത് കഴിഞ്ഞ് കുറെ കൊല്ലം മലേഷ്യയിലായിരുന്നു, ഇപ്പോൾ ഷിഫ്റ്റഡ് ടു സിംഗപ്പൂർ. പിന്നെ ഒരുപാട് ഡാൻസ് പെർഫോമൻസസ് ചെയ്തു. ഇതിൻ്റെ ഇടയിൽ ഒരു PhD എടുത്തു, ഡാൻസ് ആൻഡ് മ്യൂസിക്കിൽ ഒരു PhD ഫ്രം മധുരൈ കാമരാജ് യൂണിവേഴ്സിറ്റി. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു സീനിയർ ഫെലോഷിപ്പ് ഇൻ മോഹിനിയാട്ടം നെക്സ്റ്റ് 2 years. അപ്പം അതിൻ്റെ ഒരു പ്രോജക്റ്റ് നടക്കുന്നു. ഇതിനേക്കാൾ എല്ലാം ഉപരി ഇതൊക്കെ എൻ്റെ പേഴ്സണൽ അച്ചീവ്മെന്റ് ആണെങ്കിൽ, ഇനിയുള്ളൊരു വലിയ അച്ചീവ്മെന്റ് ആവാൻ പോകുന്ന ഒരു വലിയ കാര്യം, കലാക്രാന്തി മിഷൻ്റെ ഓണററി സെക്രട്ടറി ആയിട്ടാണ് ഞാനിപ്പം വർക്ക് ചെയ്യുന്നത്. അതെന്താന്ന് പറഞ്ഞാൽ എല്ലാ കലാകാരന്മാർക്കും, ഇന്ത്യയിലുള്ള എല്ലാ കലയുടെ അടിയിൽ വരുന്ന എല്ലാ കലാകാരന്മാർക്കും ഒരു ബേസിക് അഷ്വർഡ് ഇൻകം, അതായത് കുറച്ചുകൂടെ സ്ട്രക്ചറൈസ് ചെയ്യും. നമ്മളിപ്പോൾ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഉള്ളതുപോലെ ആർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ, വേർ ഓൾ ദി ആർട്ടിസ്റ്റിക് അസോസിയേഷൻ, എല്ലാ കലാപരമായിട്ടുള്ള കൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയും ചേർത്ത് അവരെല്ലാവരെയും കൂടെ ഒരുമിച്ച് ഒരു സംഘത്തിൻ്റെ കീഴിൽ കൊണ്ടുവന്ന് ഗവൺമെൻറ്റിൻ്റെ ഒരു പോളിസി ആയിട്ട് കലാകാരന്മാർക്ക്, കാരണം നമുക്കറിയാം കോവിഡ് തൊട്ട് അതിന് മേ ബി ബിഫോർ ദാറ്റ് പ്രളയം തൊട്ട് അങ്ങോട്ട് ഒരു അൺസ്റ്റേബിൾ ജീവിതമാണ് എല്ലാവർക്കും. കലാകാരന്മാർക്ക് ഇപ്പോഴും ഒരു സ്റ്റേജ് പെർഫോമേഴ്സിനും ഇപ്പൊ സിനിമയൊക്കെ പതുക്കെ റിവൈവ് ചെയ്തു, സീരിയൽ റിവൈവ് ചെയ്തു, അതൊക്കെ ഒരുവിധമൊക്കെ രക്ഷപ്പെട്ടു പോയി. പക്ഷെ സ്റ്റേജ് കലാകാരന്മാർക്ക്, പെർഫോമേഴ്സിന് വളരെ ബുദ്ധിമുട്ട കാലമാണ് ഇപ്പോഴും. കാരണം 10 മണിക്ക് ശേഷം പെർഫോമൻസസ് പാടില്ല. അപ്പൊ ഈ കഥകളി പോലുള്ള കലാരൂപങ്ങളൊക്കെ ശരിക്കും രാത്രിയാണ് പെർഫോം ചെയ്തത്. കാരണം അതിന്റെയൊക്കെ ലെങ്ത് നമ്മൾ എല്ലാം ചുരുക്കുന്ന മാതിരി 10 മിനിറ്റ് ആയിട്ടോ ഒരു ഭരതനാട്യം ഡാൻസ് ചുരുക്കി എടുക്കുന്ന മാതിരി ഒന്നും കഥകളി പോലുള്ള വലിയ കലാരൂപം ചുരുക്കാൻ പറ്റില്ല. ഇതിനൊക്കെ ഒരുപാട് പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ് ഉണ്ട്. നമ്മൾ ഈ കലാരൂപങ്ങൾ എത്രത്തോളം അടിച്ചടിച്ച് വരുന്നുവോ അതിന്റെ മഹത്വം ഞാൻ പറയണ, ഇതിനെല്ലാം ഒരു ഫ്രെയിമുണ്ട്. കഥകളി എന്ന് പറയുമ്പോൾ ഒരു ഫ്രെയിമുണ്ട്, മോഹിനിയാട്ടം എന്ന് പറയുമ്പോൾ ഒരു ഫ്രെയിമുണ്ട്, തിരുവാതിര എന്ന് പറയുന്ന ഒരു ഫ്രെയിമുണ്ട്. അത് കളിക്കേണ്ട അവസരങ്ങളുണ്ട്, സമയങ്ങളുണ്ട്. എല്ലാം കൂടെ ഒരുമിച്ച് ഇങ്ങനെ നമുക്ക് ഒരു എന്താ പറയുക അവിയൽ പരുവത്തിലാക്കിയെടുക്കാൻ പറ്റില്ല. അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ അതിന്റെ പ്യൂരിറ്റി നഷ്ടപ്പെടും. ചെയ്യുന്നവരുണ്ടാവും, ഇല്ല എന്നല്ല, ചെയ്യുന്നവര് ജീവിതം സാഹചര്യം കൊണ്ട് എന്തെങ്കിലും ഒരെണ്ണം കിട്ടിയാൽ മതി എന്ന് വിചാരിച്ച് ചെയ്യുന്നവരുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പ്യൂരിറ്റി, അതിൻ്റെ ഒരു നന്മ നഷ്ടപ്പെടും. അതിൻ്റെ ആ കലാരൂപത്തിന്റെ സംസ്കാരം തന്നെ നഷ്ടപ്പെടും. ഭാവി തലമുറയ്ക്ക് കഥകളിയിൽ നിന്ന് പേരെഴുതാൻ പോലും അറിയാത്ത ഒരു അവസ്ഥയിലേക്ക്, ആ ഒരു ഫീൽഡിലേക്കാണ് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത്. സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ട്രഡീഷണൽ ആർട്ട് ഫോംസ്, അതുപോലെ ഫോക്ക് ആർട്ട് ഫോംസ്, ഞാൻ ഡാൻസ് പാട്ടെന്ന് വേർതിരിക്കുന്നില്ല, എല്ലാ കലാരൂപങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള സ്ഥാനം നിലനിർത്തിക്കൊണ്ട് അത് കൈകാര്യം ചെയ്യുന്ന കലാകാരന്മാർക്കും അവരുടെ ജീവിത സാഹചര്യങ്ങൾ കുറച്ചും കൂടെ എലിവേറ്റഡ് ആയി, കുറച്ചും കൂടെ അപ്ലിഫ്റ്റ് ചെയ്ത് ഇംപ്രൂവ് ചെയ്ത് നാളെ ഇപ്പോഴും പറയാം, നമുക്കൊരു കാർപ്പൻറ്ററിനെ വിളിച്ചാൽ കാശ് കൊടുക്കാൻ റെഡിയാണ്, ഇലക്ട്രീഷ്യനെ വിളിച്ചാൽ റെഡിയാണ്, നമ്മൾ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോയാൽ കാശ് കൊടുക്കും, നമ്മൾ ബാക്കി എന്തിനും നമ്മൾ ഒരു തുണിക്കടയിൽ പോയി 1000 രൂപയ്ക്ക് തുണി എടുക്കാനും നമുക്ക് ചോദിക്കും. കലാകാരന്മാർക്ക് പെർഫോമൻസ് അവരുടെ ഒരു റെമ്യൂണറേഷൻ, ഒരു ഫിക്സഡ് റെമ്യൂണറേഷൻ ഇല്ല. ഇങ്ങനെയുള്ള ബേസിക് അച്ചീവ്മെന്റ്സ് ഉണ്ടാക്കണം എന്നതിന്റെ ഭാഗമായിട്ട് അവരുടെ ഒരു ഹെൽത്ത് ഇൻഷുറൻസിന്റെ കാര്യമോ അല്ലെങ്കിൽ ഒരു ട്രാൻസ്പോർട്ട് ഓപ്പർച്യൂണിറ്റീസ്, ഒരുപാട് അവാർഡ് സ്കീംസ്, എല്ലാത്തിനും കാശ് സെഗ്രിഗേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും കലാകാരന്മാരിലേക്ക് എത്തുന്നില്ല. ഒരുപാട് മിഡിൽ മാൻ, ഗവൺമെന്റിന്റെ ഡയറക്റ്റ് പ്രോഗ്രാംസ് പോലും നടുവിലുള്ള ഒരാൾക്ക് ചിലപ്പോൾ അവർക്ക് 1000 രൂപ വന്നിട്ട് 500 രൂപ പോലും കൊടുക്കാത്ത കലാകാരന്മാരെ എനിക്ക് പരിചയമുണ്ട്. ഐ ഹാഡ് ലോഡ് ഓഫ് എക്സ്പീരിയൻസസ്. അപ്പോൾ എൻ്റെ ഒരു ഇതിനെ ഞാൻ കാണുന്നത് ഒരു പ്രോജക്റ്റ് ആയിട്ടോ മിഷൻ ആയിട്ടോ സെൻട്രൽ ഗവൺമെന്റിന്റെ, അതായത് 1 man എക്സ്പെർട്ട് കമ്മീഷന്റെ ഒരു കമ്മീഷൻ റിപ്പോർട്ട് പോയിട്ടുണ്ട്. അതിന് ഒരുപാട് കലാകാരന്മാർ, ഓൾമോസ്റ്റ് ഇന്ത്യ മൊത്തമുള്ള പല വിഭാഗത്തിൽപ്പെട്ടുള്ള കലാകാരന്മാരെ ഒത്തുചേർന്നുണ്ട്. അന്ന് പിന്നെ കോവിഡ് കാലമായതുകൊണ്ട് എല്ലാവരും വെബിനാറിൽ എവരിബഡി വാസ് അവൈലബിൾ. അതെല്ലാം കൂടെ ചേർത്തുകൊണ്ട് ഇത് നമ്മൾ പ്രധാനമന്ത്രിക്ക് തന്നെ സബ്മിറ്റ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഒരുപാട് ടോക്സും ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
എന്റെ ജീവിതത്തിൽ എനിക്ക് എന്റെ ഒരുപാട് കയ്യടി നേടാൻ സാധിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് എനിക്ക്. അപ്പൊ എനിക്ക് എന്താ തിരിച്ചു കൊടുക്കാൻ പറ്റുന്നത്, പ്രത്യേകിച്ച് കലയ്ക്ക് എന്ത് തിരിച്ചു കൊടുക്കാൻ പറ്റുന്ന വെച്ചാൽ ഇതിൽ എന്തെങ്കിലുമൊക്കെ ഒരു നല്ല കാര്യങ്ങൾ കലാകാരന്മാർക്ക് വേണ്ടി ചെയ്യാൻ സാധിക്കും. അതിന് വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു മാമിനെ സഹായിക്കാൻ ഇപ്പൊ കേരളത്തിൽ നിന്ന് ഇപ്രാവശ്യം 2 സിനിമാ താരങ്ങളാണ് മത്സരിക്കുന്നത്. മുകേഷും സുരേഷ് ഗോപി അറിഞ്ഞ പോലും അല്ലേ. എനിക്ക് തോന്നുന്നു ഇവര് രണ്ടുപേരും നമ്മൾ കൺക്ലൂഡ് ചെയ്യാൻ സമയം ഒരുപാട് ആവുന്നുണ്ട്, ഞാൻ കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടി നിർത്താം. 2 പേര് മത്സരിക്കുന്നുണ്ട്. ഇവർ രണ്ടുപേരായിട്ട് നല്ല കാരണം എനിക്കറിയാം, ഞാൻ ചോദിക്കുന്നുണ്ട് സുരേഷ് ഗോപിയുടെ കാര്യം ഞാൻ ചോദിക്കുന്നുണ്ട്. മലേഷ്യ വന്നപ്പോൾ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പൊ ഇവർ രണ്ടുപേരും രാഷ്ട്രീയത്തിലൂടെ വരുമ്പോ എത്രത്തോളം ഇവര് ജയിച്ചു കയറണം, അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എങ്ങനെ ചെയ്യണമെന്നാണ്. ഒട്ടും രാഷ്ട്രീയം ഇല്ലാത്ത ഒരു കലാകാരൻ, ഞാൻ ഇപ്പോഴും എന്നും വിശ്വസിക്കുന്ന ഒരു കാര്യം, കലാകാരന്മാർക്ക് രാഷ്ട്രീയം വേണ്ട. കലാകാരന്മാർ ബിക്കോസ് നമുക്ക് ഏത് പാർട്ടി റൂൾ ചെയ്താലും എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഞാൻ കുറച്ചുകൂടെ മെച്ചുവേർഡ് ലെവലിലേക്ക് വരുന്നുള്ളൂ. ഞാൻ പണ്ടത്തെ പവിത്രത്തിലെ കുഞ്ഞു ആവയല്ല, കുറച്ചുകൂടി മെച്ചുവേർഡായിട്ട് എനിക്ക് തോന്നുന്നത് രാഷ്ട്രീയം വേണ്ട എന്നല്ല ഞാൻ പറയുന്നത്. കലാകാരന്മാർക്ക് നമ്മളൊരു ബ്രാൻഡ് അംബാസിഡേഴ്സ് ടു ഓഫ് കേരള അല്ല, ഓഫ് ഇന്ത്യ. അപ്പം നമ്മുടെ ഒരു സോഫ്റ്റ് പവറിന്റെ, അതായത് നമ്മൾ ഹാർഡ് പവർ എന്ന് പറയുന്നത് മിലിറ്ററിയും അങ്ങനത്തെ കാര്യങ്ങളും സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളും, ഇപ്പം നമ്മൾ മിസൈൽ അയച്ചു, ഒരു വലിയ ഇറ്റ് ഷോസ് ഇന്ത്യാസ് പവർ എന്ന് പറഞ്ഞാൽ നമ്മൾ സോഫ്റ്റ് പവറിന്റെ അംബാസിഡേഴ്സ് ആണ്. ഇപ്പൊ കലയ്ക്കുണ്ടാകുന്ന ശക്തി ഇത് ഇന്ത്യയും കവിഞ്ഞു പോകുമ്പോഴാണ് അത്, അല്ലാതെ രാഷ്ട്രീയവൽക്കരിച്ച് അതിനെ ചെറുതാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. സോ ദാറ്റ് മീൻസ് എനിക്ക് രാഷ്ട്രീയം ഇല്ല എന്നല്ല അർത്ഥം. എനിക്ക് അതിനകത്ത് കുറച്ചുകൂടെ മനുഷ്യത്വം കാണാൻ, ഇപ്പം സുരേഷ് ചേട്ടനാണെങ്കിലും മുകേഷ് ചേട്ടനാണെങ്കിലും അവനോൻ തെരഞ്ഞെടുക്കപ്പെടുന്ന കോൺസ്റ്റിറ്റ്യൂഷനിൽ ആര് കറക്റ്റായിട്ട് ജോലി ചെയ്യുന്നു, ആരാണ് ജനങ്ങളെ കുറച്ചും കൂടി അപ്ലിഫ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്, ആ ആൾക്കാണ് എൻ്റെ വോട്ട്. എനിക്ക് രണ്ടുപേരും പേഴ്സണലി ഒരേ മതി. സുരേഷ് ചേട്ടൻ കുറച്ചുകൂടെ അറ്റാച്ച്ഡ് ആണ്, ബിക്കോസ് എൻ്റെ ഒരു വലിയേട്ടൻ്റെ സ്ഥാനമാണ്, തൊട്ടടുത്ത നെയ്ബറാണ്, ഞങ്ങൾ സ്ഥിരം മഴ കൂടുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് സുരേഷ് ചേട്ടന് എനിക്ക് കുറച്ചുകൂടെ, മുകേഷ് ചേട്ടനെക്കാളും എനിക്ക് കുറച്ചുകൂടെ മുകേഷ് ചേട്ടൻ എൻ്റെ ആദ്യത്തെ ഹീറോ ആണ്. അതായത് സിനിമയിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു ചെറിയ ഡ്രാമയുടെ ഒരു നമ്മുടെ ദൂരദർശന് വേണ്ടിയിട്ട് ഒരു ചെറിയ ഡ്രാമയുടെ അന്നത്തെ ഗാനങ്ങൾ, അതില് മുകേഷ് ചേട്ടനായിരുന്നു എൻ്റെ ഹീറോ ആയിട്ട് അഭിനയിച്ചത്. അന്നിങ്ങനെ അമ്മയ്ക്ക് കുറച്ചുകൂടെ ഫാമിലി ആയിട്ട് അറ്റാച്ച്ഡ് ആണ്. അമ്മ കുറച്ചുകൂടെ വിജയലക്ഷ്മി ആന്റിയും മാധവൻ സാറുമായിട്ടൊക്കെ ഭയങ്കര അറ്റാച്ച്. സന്ധ്യ ചേച്ചിയുടെ ഒരു പ്രോജക്റ്റ് ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം അറ്റാച്ച്മെന്റ് ഇസ് ഓൾ ദ സെയിം. പക്ഷെ ആസ് എ വോട്ടർ, അപ്പൊ ഞാൻ നല്ല വോട്ടറായിട്ട് മാറും. ആ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആർക്ക് ജനങ്ങൾക്ക് വേണ്ടി നന്നായിട്ട് പ്രവർത്തിക്കുന്നു അവര് വിജയിക്കട്ടെ എന്ന് ഞാൻ. തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ സുരേഷ് ഗോപിയുടെ ഒരു ഉപ്മാവിന്റെ കഥ ഞാൻ കേട്ടിട്ടുണ്ട്. മലേഷ്യ വന്നിട്ട് എനിക്ക് ഭക്ഷണം കഴിക്കാൻ വേണം, എന്തെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കി താ എന്ന് പറഞ്ഞ്. അല്ല, സുരേഷ് ചേട്ടൻ ഹോൾ ഫാമിലി ആയിട്ട് മലേഷ്യയിൽ വന്നിരുന്ന ഒരു സമയത്ത് എന്തെങ്കിലും കഴിക്കാൻ കൊണ്ടുവരട്ടെ എന്ന് വെച്ചാൽ സുരേഷ് ചേട്ടൻ ഭയങ്കര ഭക്ഷണപ്രിയനാണ്. അത് ഇപ്പൊ റീസെന്റ് സിംഗപ്പൂർ വന്നപ്പോഴും എടി എനിക്ക് സുരേഷ് ചേട്ടാ ഭക്ഷണം എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ്, അപ്പൊ എന്റെ വിചാരം സുരേഷ് ചേട്ടൻ വീട്ടിലേക്ക് വരുന്നു, കള്ളം വന്നിട്ടില്ല. അപ്പൊ എന്റെ അടുത്ത് പറയാണ്, അതെ എനിക്ക് നീ ഒരു കാര്യം ചെയ്യും, പുട്ടും അല്ല ഇഡലിയും കടലയും അല്ലെങ്കിൽ പുട്ടും കടലയും, എനിക്ക് അങ്ങനെയൊക്കെ ചെറിയ കാര്യം. ഞാൻ പറഞ്ഞു രാത്രി 12 മണിക്ക് ഞാൻ പുട്ടും കടല. പക്ഷെ ഇതൊക്കെ ഞാൻ പറയുമെങ്കിലും സുരേഷ് ചേട്ടൻ ഇസ് വെരി ക്ലോസ് ടു ഹാർട്ട്. എന്നുവെച്ചാൽ രാധിക ചേച്ചി എന്ന് പറഞ്ഞൊരു വ്യക്തി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു നന്മയുടെ പ്രതീകമാണ്. അപ്പം രാധിക ചേച്ചിയുടെ ഒരു എന്താ പറയുക, ഒരുപാട് നല്ല ബോണ്ടിങ് ഉള്ള ഒരു ഫാമിലിയാണ്. അപ്പം ഞാൻ സുരേഷ് ചേട്ടൻ ഇതേമാതിരി രാവിലെ പെട്ടിയും കിടക്കൊക്കെ എടുത്ത് ഇത്രയും സാധനങ്ങളും എല്ലാം ഉണ്ടാക്കി ഇഡ്ഡലിയും കടലക്കറിയും അപ്പം ഭയങ്കര ആസ്വദിച്ച് കഴിക്കുന്നു. ഉപ്മാവിന്റെ കഥ പാവം വിശന്നിരിക്കുന്നത്. അപ്പം ഞാനും എന്താ പറയുക ഒരു ഫാമിലി ലൈഫിലോട്ടൊക്കെ കയറി പതുക്കെയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി, എനിക്ക് തന്നെ അറിഞ്ഞൂടാ ഞാൻ ഉണ്ടാക്കുന്നത്. പക്ഷെ ഒരുവിധം പെട്ട വലിയ കുഴപ്പമില്ലാതെ ഒപ്പിക്കാൻ പറ്റുന്ന ഒരു എന്റെ പറയണ വിചാരിക്കും വീമ്പ് പറയുന്നത് അല്ല കേട്ടോ, ഞാനൊരു 100 പേർക്കൊക്കെ ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം അത് വീമ്പ് പറയല്ല, കള്ളത്തരം പറയല്ല. വേണമെങ്കിൽ വന്നാലും കുഴപ്പമില്ല, മലേഷ്യയിൽ അന്വേഷിച്ചാൽ മതി. തിരുവനന്തപുരത്തല്ല, മലേഷ്യ തന്നെ അന്വേഷിക്കണം. അല്ല ഞാൻ പറയാം, ഞാൻ കുറച്ചുകൂടെ അതാ ഞാൻ പറഞ്ഞു, കേരളത്തിലിരിക്കുമ്പോൾ പലതും നമ്മൾ വിട്ടുപോകും. ഇപ്പം ഓണമാണെങ്കിലും ആ സമയത്തൊക്കെ ഒരുപാട് പ്രോഗ്രാംസ് വരുമ്പോൾ നമ്മൾ അതിന്റെ പുറകിലാണ് ഓടുന്നത്. ഞാൻ ശരിക്കും ജീവിതം, പ്രത്യേകിച്ച് നമ്മുടെ ആഘോഷങ്ങൾ, ഇപ്പം റംസാൻ ആണെങ്കിലും ക്രിസ്മസ് ആണെങ്കിലും ഒക്കെ ഞാൻ ആഘോഷിക്കാൻ തുടങ്ങിയത് ഞാൻ ഇന്ത്യക്ക് പുറത്തു പോയതിനു ശേഷം. ഞാനൊരു കുടുംബിനെ അപ്പോഴാണ്. ഇപ്പൊ നമ്മൾ ഓണം ചെയ്തിട്ടില്ലെങ്കിൽ
why are you not calling us? We are ready with the white sari എന്നൊക്കെ പറഞ്ഞ് വിളിക്കും. പണ്ട് ഞാൻ ഒരു തവണ ഞാൻ തറയിലിരുത്തി നമ്മുടെ ചിട്ടയിലാ കൊടുത്ത, അടുത്ത തവണ ടേബിൾ ആക്കി we want to sit down. അപ്പൊ മലയാളികളല്ല വരുന്നത്, കൂടുതലും നോർത്ത് ഇന്ത്യൻസോ അല്ലെങ്കിൽ അവിടുത്തെ മലേഷ്യൻസോ അങ്ങനെയൊക്കെയാ വരുന്നത്. അപ്പൊ ഓണം ശരിക്കും ദേശീയോത്സവമാക്കി കളഞ്ഞു അവിടെ നിന്നിട്ട്. ഞാനങ്ങ് ഭയങ്കര എൻജോയ് ചെയ്യാൻ തുടങ്ങി. കാരണം അപ്പോഴാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് നമ്മുടെ കൾച്ചറും സംസ്കാരവും പാരമ്പര്യവും ഒക്കെ നമുക്ക് സ്വത്തായിട്ടുണ്ടെങ്കിലും മറ്റുള്ളവർ എൻജോയ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ശരിക്കും എന്ത് നല്ല, ഞാൻ പറയുന്നു കോവിഡ് സമയത്ത് നമുക്ക് എല്ലാവരും നമസ്കാരം, അപ്പൊ എനിക്കൊക്കെ ഭയങ്കര എന്താ എന്റെ ഒരു സാധനം എല്ലാവരും പറഞ്ഞ മാതിരി ഐ ഫീൽ അത് എന്നെ ഒരുപാട്, ഇപ്പം ഞാൻ പറയാം, ഒരുപാട് മലയാളി ആക്ട്രസസിന്റെ ഫോട്ടോസ് ഒക്കെ പുറത്തൊക്കെ കാണുമ്പോൾ എന്തോ എൻ്റെ ഫോട്ടോ കണ്ട മാതിരി എനിക്ക് ഭയങ്കര ഇത്രയും അച്ചീവ്മെന്റ് നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നതിന്റെ ഒരു അച്ചീവ്മെന്റ് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അതൊക്കെ തീർച്ചയായിട്ടും മാം, വളരെ സന്തോഷം. കാരണം എന്ന് പറഞ്ഞാലേ സമയം ഒരുപാട് പോകുന്നു, അതുകൊണ്ടാണ് നമ്മളിപ്പോൾ സംസാരിച്ച് ഒരുപാട് സമയമായി. സമയപരിമിതി കൊണ്ടാണ് ഞാൻ എനിക്ക് കുറേ സംസാരിക്കണം എന്ന് ആഗ്രഹമുണ്ട്. കാരണം മാം ആദ്യം പറഞ്ഞതുപോലെ എൻ്റെ ഏതാണ്ട് 5 വർഷത്തെ മിഷനായത്, 25 വർഷത്തിൽ നമ്മൾ തുടങ്ങിയത്. എന്തെങ്കിലും ചോദ്യം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഇല്ല, കുഴപ്പമില്ല, ഒരുപാട് ചോദ്യങ്ങൾ കാരണം അതൊരു ഇല്ല, ഞാൻ സീരിയസ്ലി ഞാൻ ഇരുത്തിക്കൊണ്ട് പറയുന്നതല്ല, എങ്കിലും ഞാൻ വിളിച്ചപ്പോൾ തൊട്ട് എൻ്റെ അടുത്ത് ഇത്രയും കാര്യമായിട്ട് സംസാരിച്ച് ഇവിടെ ഈ നിമിഷം ഇരിക്കുമ്പോൾ പോലും എത്രയും നല്ല കോപ്പറേറ്റീവ് എൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അതൊരു വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. മാമിനെ പോലെ ഒരു, ഞാൻ വിചാരിക്കുന്നത് അത് സന്ദീപ് എന്നോട് എങ്ങനെ സംസാരിക്കുന്നു അതിന്റെ റെസിപ്രിക്കേഷൻ. താങ്ക് യു സോ മച്ച്. അപ്പൊ ഐ ഫീൽ വളരെ ജെന്യുവൻ ആയിട്ടൊരു കാര്യം പറയാം, ഐ വിച്ച് യു ഹാവ് ടു റിയലി ഡു ഇറ്റ് ഫർദർ ഇൻ യുവർ. ഓക്കെ മാം. ഞാൻ പറയുന്നത്, നമ്മളിപ്പോൾ പല സർക്കംസ്റ്റാൻസസിൽ കൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് എല്ലാം വിചാരിച്ച അടുത്ത ദിവസം കിട്ടണം എന്ന് നിർബന്ധമില്ല. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഇന്റർവ്യൂ തന്നെ നമുക്കറിയാം ഇത് 5 കൊല്ലത്തെ ഒരു മിഷനാണ്. അപ്പൊ എന്റെ മനസ്സിൽ 25 കൊല്ലം ഞാൻ എന്താ ചെയ്തത്, ഞാൻ അങ്ങനെ ഒന്നും മീൻസ് എനിക്ക് ചെയ്യണം എന്ന് ആഗ്രഹിച്ച അത്രയൊന്നും എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല സ്റ്റിൽ. പക്ഷെ എനിക്ക് അതിനകത്തൊരു ഫ്രസ്ട്രേഷനോ സങ്കടമോ അങ്ങനെ ഒന്നുമില്ല. എനിക്ക് വരുന്ന എല്ലാ ഓപ്പർച്യൂണിറ്റിയും എൻ്റെ കഴിവിൻ്റെ, എൻ്റെ ഗിവൺ റിസോഴ്സസിന്റെ ഭാഗമായിട്ട് എന്നെ കഴിവിന്റെ പരമാവധി ഞാൻ അതിന്റെ ഏറ്റവും നല്ല രീതിയിൽ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി. പെർഫെക്ഷൻ എന്നുള്ളത് ഇപ്പം നേരത്തെ പറഞ്ഞ മാതിരി അത് എപ്പോഴെങ്കിലും വരും എന്നുള്ള. സോ സന്ദീപിന്റെ ഒരു ഏറ്റവും ബെസ്റ്റ് തിങ് എന്ന് പറയുന്നത്, ഇഫ് ദർ ഇസ് എ ചേഞ്ച്, എന്ത് ചെറിയ കാര്യമാണെങ്കിലും ഒരു മെസ്സേജ് വരും, ദാറ്റ് ഇസ് എ വെരി ഗുഡ് തിങ്. വളരെ ചുരുക്കം ഇപ്പോഴത്തെ ഒരു ജനറേഷൻ ആവുന്നു, ഞാൻ ജേർണലിസ്റ്റ് എന്ന് മാത്രം പറയുന്നില്ല, ഇതൊരു വലിയ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ഇത് നമ്മൾ ചിലപ്പോൾ 12 മണി എന്നുള്ളത്, എനിക്ക് ഐ വാസ് സപ്പോസ് ടു ലീവ് അല്ലേ, ഇപ്പം മണി 12:45, 12 മണിക്ക് ഞാൻ ലീവ് ചെയ്യാം, ചിലപ്പോൾ നമുക്ക് സംഭവിക്കില്ല. അപ്പൊ ഇറ്റ് ഈസ് എ ഗിവ് ആൻഡ് ടേക്ക് പോളിസി. നമ്മൾ എന്നോട് നന്നായിട്ടിരിക്കുമ്പോൾ എനിക്ക് നന്നായിട്ടേ ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പം ഐ തിങ്ക് എനിക്ക് താങ്ക് യു, അങ്ങനെ ഒരു വലിയ ഓണറാണ് ഒരാളെ നമ്മളെ പറ്റി അങ്ങനെ പറയുന്നത്. എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇത്രയും കാര്യങ്ങൾ മാം പറഞ്ഞത്. കാരണം ഞാൻ അത്ര വലിയ സംഭവമാണെന്ന് എനിക്ക് ഇതുവരെ തോന്നുന്നില്ല. വളരെ സന്തോഷം മാം, ഇത്രയും നേരം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ പ്രതീക്ഷിക്കാത്ത കുറേ കാര്യങ്ങൾ മാം പറഞ്ഞു. പവിത്രത്തിന്റെ 30 വർഷം നമ്മൾ സെലിബ്രേറ്റ് ചെയ്തു, ഞാനും മാം സെലിബ്രേറ്റ് ചെയ്തു. ഇനി എൻ്റെ ആഗ്രഹം നിങ്ങളത് സെലിബ്രേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. അവൈലബിൾ ആയിട്ടുള്ള എല്ലാവരെയും വിളിച്ച് നിങ്ങളത് സെലിബ്രേറ്റ് ചെയ്യുക. ആ 30 വർഷം ഇനിയൊരു അടുത്ത 100 വർഷം ആകുമ്പോഴും പവിത്രമായി തന്നെ ഇരിക്കണം. തീർച്ചയായിട്ടും. താങ്ക് യു ടു ഓൾ ദി ഓഡിയൻസ്. ബേസിക്കലി എന്നെ എന്നും ഒരു കരുതലായിട്ടൊരു സ്നേഹമായിട്ട് കൊണ്ടുവന്നത് പ്രേക്ഷകരാണ്. അവരുടെ ഒരു സ്നേഹം കൊണ്ട് മാത്രമാണ് പലപ്പോഴും ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, എന്തൊരു ഭാഗ്യമുള്ള ഒരു ആക്ട്രസ്സാണ്, ഇപ്പോഴും ആൾക്കാർ ഓർക്കുന്നു. അത് എൻ്റെ ഭാഗ്യം തന്നെയാണ്, അത് അവരുടെ മാത്രം അനുഗ്രഹമാണ്. അപ്പം പവിത്രം എന്ന് പറയുന്നത് ഇനിയും ഒരു 30, 40, 50, 100 വർഷം കഴിഞ്ഞാലും അങ്ങനെ തന്നെ ജ്വലിച്ച് നിൽക്കുന്ന ഒരു സിനിമയാണ്. അത് ആ സിനിമയുടെ ഞാൻ ചെയ്തുകൊണ്ടല്ല, ആ സിനിമ അങ്ങനെയാണ് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത്. അതിൽ ഓരോ നിമിഷവും ഓരോ ഷോട്ടും എനിക്ക് എന്ത് സിനിമ കണ്ടാലും അല്ലെങ്കിൽ അതിൻ്റെ ഓരോ ഫ്രെയിം കണ്ടാലും എനിക്ക് രാജീവേട്ടനോടുള്ള സ്നേഹവും, ചേട്ടച്ചനോടുള്ള സ്നേഹവും, ലളിത ചേച്ചിയോടുള്ള സ്നേഹവും, ശ്രീനേട്ടൻ സുധീഷിനോടുള്ള സ്നേഹവും ബഹുമാനവും ഒക്കെ അവരെന്നെ ചേർത്ത് നിർത്തിയത് ഒരു കാലത്തും ആസ് എൻ ആക്ടർ എനിക്ക് മറക്കാൻ പറ്റില്ല. ആ സ്നേഹം, ആ ബഹുമാനം, ആ ഒരു നന്മ അവരോടും എന്നും ഞാൻ കടപ്പെട്ടിരിക്കുന്നു. പ്രത്യേകിച്ച് പ്രേക്ഷകരോട്. സന്ദീപ്, താങ്ക് യു സോ മച്ച് ഫോർ ദിസ് വണ്ടർഫുൾ ഡേ. താങ്ക് യു.